ഷലോം. ശലോം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെനോറ ഹീബ്രു ബൈബിൾ സ്കൂളിന്റെ ആഭിമുഖ്യത്തില് നമ്മൾ വീണ്ടും തുടർമാനമായിട്ട് ഈ വരുന്ന ആഴ്ചയിൽ തന്നെ കാണുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പാസ്റ്റർ ജോഷി ജോസഫ് പാസ്റ്ററിനെ ഞാൻ ക്ഷണിക്കുന്നു. കടന്നു വന്ന് പ്രാർത്ഥിക്കണം. ബാക്കിയുള്ളവര് സൗണ്ടുകൾ മ്യൂട്ട് ആക്കി വെക്കണം. നമ്മുടെ ക്ലാസിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ എല്ലാം തപ്പിയോട് സാറ്. മ്യൂട്ടാക്കി വെക്കണം. പാസ്റ്റർ ജോഷി ജോസഫ് വന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നനായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ്, മനോഹരമായ നല്ല മധ്യാഹ്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വിചാരിതമെങ്കിലും ദൈവഹിത പ്രകാരം കർത്താവ് ശുദ്ധ ഭാഷയെ പഠിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ ഇങ്ങനെ ഒരു മഹനീയമായ ക്ലാസ് സംബന്ധിക്കുവാൻ, തിരുവചനം പഠിക്കുവാൻ, ആ ഭാഷ പഠിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഈ ഭൂമി നൽകി തന്ന ഏറ്റവും ധന്യമായ ഈ അവസരത്തിനായി കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങളെ പഠിപ്പിക്കുന്ന പ്രിയ അനുഷ്ഠാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വളരെ എഫേർട്ട് എടുത്താണ് കർത്താവ് താൻ ശുശ്രൂഷ ചെയ്യുന്നത്. തന്നെ തന്റെ കുടുംബത്തെ എല്ലാം ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവം തനിക്ക് കൊടുത്ത ഈ ടാലന്റിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, ഇന്നും വരും കാലങ്ങളിലും അനേകരെ ഈ തിരുവഴുത്തിന്റെ വിശുദ്ധ ഭാഷ പഠിപ്പിക്കുവാൻ അങ്ങയുടെ ദാസനെ ദൈവം ശക്തീകരിക്കണമെന്ന് അവർത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാം ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആവശ്യമെല്ലാ ആത്മീയ ഭൗതിക നന്മകളെ കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് അവർത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ബഹുമാനി കർത്താസന്മാർ, ദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാരെ എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രായങ്ങളുള്ളവർ ഞങ്ങൾ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നുണ്ട്. കർത്താവ് ഈ ഭാഷയെ പഠിക്കുവാൻ വിശേഷ ബുദ്ധിയും ജ്ഞാനവും അറിവും തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അവർക്കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് പഠിച്ച് ഈ ഭാഷയിൽ തിരുവഴുത്ത് പഠിക്കുവാനും ഗ്രഹിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും അങ്ങനെ ഞങ്ങളെ സഹായിക്കണം. അതിനായി ദൈവീക ജ്ഞാനം കൊണ്ട് ദൈവം ഞങ്ങളെ നിറയ്ക്കണമെന്ന് അവർക്കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഞങ്ങൾ കൂടെ മഹത്വം എടുക്കണമെന്ന് അവർക്കോട് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന്റെ വേദനയ്ക്ക് ഞങ്ങളെല്ലാം ഉതകുന്നവരായി ഞങ്ങളെല്ലാം പ്രാപ്തരാക്കണമെന്ന് അവർക്കോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഭാഷയെ പഠിച്ച് അനേകർക്ക് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കുമായി ദൈവം ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് അവർക്കോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അരുൾ സാറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വലത്തെ ക്ലാസ് നയിക്കുവാൻ ദൈവം ശക്തീകരിക്കണം, സഹായിക്കണം. തിരുനാമം ഞങ്ങൾ കൂടെ മഹത്വം എടുക്കുന്നു. യേശു ക്രിസ്തു ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഈ മധ്യാഹ്നത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആ മുന്നിൽ തെളിഞ്ഞിരിക്കുന്ന സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്ന ആ ചിത്രം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരു കൈ, അല്ലെ, ഒരു ഇടയൻ, അത് കണക്ക് തന്നെ ഒരു കുഞ്ഞ് ഒരു ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ. അതിന് താഴെ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ അക്ഷരങ്ങള് കാഫ്, ലാമേദ്, മേം എന്നുള്ള 3 അക്ഷരങ്ങളാണ് ഉള്ളത്. നമ്മൾ 3 അക്ഷരങ്ങളായി നിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ 10ാമത്തെ അക്ഷരം കഴിഞ്ഞു. 11ാമത്തെ അക്ഷരം, 12 ആൻഡ് 13. ഇത്രയും 3 അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. ഈ 3 അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ആ അക്ഷരങ്ങൾ 3 താഴെ എഴുതിയിട്ടുണ്ട്. ആ ചിത്രത്തിന് സൈഡിലായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അവിടെ ഓരോ അക്ഷരത്തിന്റെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. പ്രത്യേകിച്ച് കാഫ് എന്ന് പറയുമ്പോൾ ഒരു കൈ ഇങ്ങനെ ഇരിക്കുവാണ്. പക്ഷെ ആ കാഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ അക്ഷരത്തിന്റെ അകത്ത് ആ കൈയുടെ ആ കരം നമുക്ക് അങ്ങോട്ട് ചേർത്ത് വെക്കാം. അതേപോലെ തന്നെ ലമേദ് എന്ന് പറയുമ്പോൾ ഒരു ഇടയൻ വടി പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ആ ചിത്രം. അവിടെ ആ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇടയന്റെ കോല്, അല്ലെ, നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതേപോലെ തന്നെ മെം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതിൻ്റെ അകത്ത് എന്താണ്? ഒരു ഒരു ഗർഭപാത്രം പോലെ, അല്ലെ, കുഞ്ഞിനെ ഇറങ്ങി വരുവാനും ആ സ്വസ്ഥമായിട്ട് ആ അതിൻ്റെ അകത്ത് കിടക്കുവാനുമുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ഞാനിത് കാണിക്കുന്നത് വെച്ചാൽ കുറച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ചിത്രാക്ഷരം കയറണം, ഈ ചിത്രബോധം കയറണം. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ അടുത്ത സ്ലൈഡ്സിലേക്ക് പോകാം. നമുക്ക്
ഞാൻ ഞാൻ അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട സ്ലൈഡ് ഉണ്ട്, അത് കാണിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്കത് കാണിച്ച് നമുക്ക് തുടർമാനമായിട്ട് ഓരോ അക്ഷരങ്ങൾ പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയും കാഫ്. ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാഫ്. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കരം, ആ കരം ഇതായി ഇവിടെ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഞാൻ ഇവിടെ വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്ത് ഇതിൻ്റെ അകത്ത് ഒരു കരം വെക്കുവാൻ പറ്റും. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണുവാൻ പറ്റും. ആ കരത്തിന്റെ ഒരു പടമുണ്ട്. അതേപോലെ തന്നെ ആ അക്ഷരം അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ യോത് പഠിച്ചപ്പോൾ അതിന്റെ ഗെമറ്റേറിയ വാല്യൂ 20, അല്ല സോറി 10 എന്നായിരുന്നു. യോതിന്റെ ഗെമറ്റേറിയ വാല്യൂ 10 എന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് 20. കണ്ടോ, 20, 10 പ്ലസ് 20, അത് അതിന്റെ പൂർണ്ണതയെ കാണിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഗെമറ്റേറിയ വാല്യൂ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനൊരു സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു ക്ലാസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുമ്പോൾ ഞാൻ എന്താണ് ഗെമറ്റേറിയ വാല്യൂ, വൈ ഇറ്റ് ഇൻക്രീസിങ് സോ, അത് 1 മുതൽ 10 വരെ വന്നിട്ട് പിന്നെ 20, 30, 40, 50, 60, 70, 80, 90, 100 വന്നിട്ട് വീണ്ടും 200, പിന്നെ അടുത്തത് 300, 400, എങ്ങനെ അങ്ങനെ പോകുന്നതിനെ കുറിച്ചിട്ട് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതായത് നമുക്കിവിടെ എന്താ പറയുക, 2 തരത്തിലുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അതേപോലെ തന്നെ കാഫ് എന്ന് എഴുതിയിട്ടുണ്ട്, ബ്രായ പദത്തിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, മലയാളം ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. കാഫ്, ക ആൻഡ് പേ, കാഫും പേയുടെ അതും കൂടെ ചേർത്താണ് കാഫ് എന്നുള്ള ആ അക്ഷരം എഴുതിയിരിക്കുന്നത്. പേക്കകത്ത് ഒരു കുത്തു വരുമ്പോഴാണ് പേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേ എന്നത് വായിക്കും. അപ്പോൾ കാഫ് എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ താഴെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഏർലി ഹീബ്രു, മിഡിൽ ഹീബ്രു, ലേറ്റ് ഹീബ്രു ആൻഡ് മോഡേൺ ഹീബ്രു. ഏർലി ഹീബ്രു നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയേ, അവിടെ ഒരു കരം ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അതേപോലെ മിഡിൽ ഹീബ്രുവിലും ഒരു കരം ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോ ഇതിന്റെ ചിത്രാക്ഷരാർത്ഥം, ദ പിക്ടോഗ്രാഫിക് മീനിങ് ഇസ് ഓപ്പൺ പാം വിത്ത് ലെറ്റർ എന്നാണ് അതിന്റെ പിക്ടോഗ്രാഫിക് മീനിങ്, ഒരു മീനിങ്. അതേപോലെ തന്നെ മീനിങ് എന്ന് പറയുന്നത് ബെൻഡ്, ഓപ്പൺ, അലൗ, ടേം. ഇനിയുണ്ട്, നമുക്കത് അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ പഠിക്കാം. ഈ കാഫിനൊരു വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. നിങ്ങൾ ഈ ഫൈനൽ ഫോം ഓഫ് കാ എന്ന് പറയുന്നത് ഒരു താഴോട്ട് നീട്ടി എഴുതുന്ന ഒരു ഫോമാണ് ഫൈനൽ ഫോം ഓഫ് കാ. അത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഇവിടെ നമുക്ക് ഒരു ആൽഫബറ്റ് ഉണ്ട്, കാഫ്, അല്ലേ, നമ്മുടെ സാധാരണ നമ്മൾ എഴുതുന്ന പോലെ കാഫ്. പക്ഷെ ഫൈനൽ ഫോം ഉണ്ട്, കണ്ടോ. അത് എന്തുകൊണ്ടാണ് ഫൈനൽ ഫോം വരുന്നത് എന്നുള്ളത് നമുക്ക് കുറേ ലെറ്റേഴ്സ് പഠിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഗെമറ്റേറിയ വാല്യൂ എന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് പോലെ, എന്തുകൊണ്ട് ഫൈനൽ ഫോം വരുന്നു, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ യൂസേജ് എന്താണ്, ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. കാരണം അതൊരു ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ക്ലാസ്സാണ്. അപ്പോൾ ആ സെഷനിൽ പഠിക്കുമ്പോൾ ഞാനത് കുറച്ച് കൂടുതൽ പഠിക്കാം. ഇപ്പം നമ്മൾ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് കാഫ് എന്നുള്ള അക്ഷരം മാത്രമാണ്. ഫൈനൽ ഫോമിനെ കുറിച്ച് നമുക്ക് ഒരു അറിവ് മാത്രം ഇപ്പോൾ മതി. ഓക്കെ, അതിന്റെ വില 20, 20, ശബ്ദം ക, ക എന്നുള്ള ആ ഒരു 2 പ്രയോഗങ്ങളോട് വരും. അതേപോലെ തന്നെ അതിന്റെ ചിത്രാക്ഷരം എന്ന് പറയുന്നത് കൈപ്പത്തി, പാം ഓഫ് ഹാൻഡ്, പിന്നെ അർത്ഥം, പക്ഷിച്ചിറക്,
കൈപ്പത്തി പോലെയുള്ള അർത്ഥവും കൂടി അതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ പ്രിയപ്പെട്ടവര് നോട്ട്സ് എഴുതുന്നവര് അത് എഴുതിയെടുക്കണം. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ കാഫിനെ കുറിച്ച് ഇവിടെ ചിന്തിക്കുന്നത്. നമുക്ക് കാഫിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ കാഫ്, ഓപ്പൺ പാം ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ തുറന്നിരിക്കുന്ന കരം എന്നൊരു ടൈറ്റില് നിങ്ങൾ എഴുതുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. കാഫ് എന്ന് എഴുതിയിട്ട് ഓപ്പൺ പാം ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ തുറന്നിരിക്കുന്ന കരം. അപ്പോ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കരം എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. മനുഷ്യനായിട്ടുള്ള നമ്മള് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ കരം കൊണ്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ കരം കൊണ്ട് ആഹാരം കഴിക്കുന്നു, ഒരുപാട് വേലകൾ ചെയ്യുന്നു, എല്ലാം കരമാണ്. കരം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പറയുന്നു, ദൈവം പറയുന്നൊരു, എലോഹിം പറയുന്ന ഒരു കാര്യമുണ്ട്, വരുവിൻ നമുക്ക് പോയി നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ നമുക്ക് നിർമ്മിക്കാം. അപ്പൊ എവിടുന്നാ മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത്? മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത് ഈ പൊടിയിൽ നിന്നാണ്. അപ്പൊ ഈ പൊടിയിൽ നിന്നും മനുഷ്യൻ എങ്ങനെയാണ് ഉരുവം ചെയ്തിരിക്കുന്നത്? ദൈവത്തിന്റെ നീട്ടിയ ആ വലിയ ഭുജം കൊണ്ട്, കരം കൊണ്ട് ആണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരിക്കലും ഉരുവം പ്രാപിക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വസ്തുക്കളെ പോലും നമുക്ക് ഈ കരങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ശില്പി പണിഞ്ഞെടുക്കുന്നു. ആ ശില്പിയുടെ കരത്തിന്റെ ഉള്ളില് അതിനെ ശില്പിയുടെ അതിന്റെ ഉള്ളില് ശില്പി ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ആ പാത്രത്തെ മെനയുന്നത് പോലെ ദൈവം നമ്മളിലും ഒരു മെനയൽ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ മനുഷ്യരിലും അത് ചെയ്യുന്നുണ്ട്. അപ്പോ കാഫ് feels like that sacred pause when you stretch your hand out to God. Open, empty, expectance and heaven's answer. പലപ്പോഴും നമ്മളുടെ പലതരത്തിലുള്ള ചോദ്യങ്ങള്, നമ്മളുടെ നിരാശകള്, നമ്മുടെ പ്രതീക്ഷകള് എല്ലാം എന്താ പറയാ ദൈവത്തിന്റെ മുൻപിലേക്ക് സമർപ്പിക്കുമ്പോൾ എന്താണ് കാഫ്, ദൈവത്തിന്റെ കരം ചെയ്യുന്നത്? ദൈവത്തിന്റെ കരം, നീട്ടിയ ഭുജം, ആ കരം തുറന്ന് അതിന് എല്ലാത്തിനും ഉത്തരം തരുന്ന ഒരു കരമായിട്ട് നമുക്ക് കാഫിനെ കാണാൻ പറ്റും. അപ്പോ ഞാൻ ഇത്രയും നാള് 1 എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് പിക്ടോഗ്രാഫിക് മീനിങ് ആയിരുന്നു. ഈ പ്രാവശ്യം ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമുക്ക് ഷെയ്പ്പ് എന്ന് എഴുതുക, അല്ലെങ്കിൽ ആകൃതി, രൂപം എന്ന് എഴുതിയിട്ട് എ കർവ്ഡ് പാം, അതായത് ഒരു നീട്ടിയ കരം എന്ന്. അതായത് കാഫ് ഇസ് ലിറ്ററലി ഡ്രോൺ ലൈക്ക് എ കപ്ഡ് ഹാൻഡ്. ഒരു സി പോലെ ഇരിക്കുകയാണ്. അതൊരു സി പോലെ അല്ലെ. ഞാൻ തുടക്കം കാണിച്ചു, കാഫ് ഒരു സി പോലെയുള്ള ഒരു രീതിയിലാണ് എഴുതുന്നത്. അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരു കൈ അവിടെ ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, എ കപ്ഡ് ഹാൻഡ്. അവിടെ എന്താ പറയാ, ഒരു ശൂന്യത അല്ലെങ്കിൽ ഒരു ആകൃതി അവിടെ രൂപം പ്രാപിച്ചു വന്നിട്ടുണ്ട്. ആ ആകൃതി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഉള്ളിലെ ആ ആകൃതിക്കകത്ത് ഒരു അമൂല്യമായ കാര്യമാണ്. എന്തിനെയോ ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് എന്നൊരു വലിയൊരു അർത്ഥം ആ കാഫ് എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരത്തിന്റെ ഉള്ളിലുണ്ട്. അതെന്താണ്? അത് സ്വീകരിക്കുന്നതാണ് അല്ലെ. ലൈക്ക് എ പാം ലിഫ്റ്റ് ടുവേർഡ്സ് ദ ലൈറ്റ്, വെളിച്ചത്തിലേക്ക് നീട്ടിപ്പിടിച്ച കരം. ഉയരത്തിൽ നിന്നുമുള്ള ഉയരത്തിൽ നിന്നും നമ്മൾക്ക് പ്രാപിക്കേണ്ടതായിട്ടുള്ള ഒരു വാഞ്ച. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതിലും തമ്മിൽ ആ രണ്ട് പോസ്റ്റേഴ്സ് തമ്മിൽ വ്യത്യാസമുണ്ട്.
ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തോ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു മനോഭാവത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ദൈവമേ, നമ്മുടെ ഉള്ളിനുള്ളിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പലരും ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി നിൽക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ഉയരത്തിലുള്ളത് മാത്രം ചിന്തിപ്പിനെന്ന് തിരുവചനം നമ്മളോട് പറയുന്നു. അതേപോലെ തന്നെ ഈ ഇരിക്കുന്ന പോസ്റ്ററിൽ തന്നെ, അതായത് ഈ തുറന്നു വച്ചിരിക്കുന്ന ഈ പോസ്റ്ററിൽ തന്നെ വേറൊന്നുണ്ട്. റിലീസിങ്, പുറത്തേക്ക് വിടുക. അത് നമ്മുടെ അനുഗ്രഹമാകാം, നമ്മുടെ സന്തോഷമാകാം. അതിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതേപോലെ തന്നെ കരത്തിന് മറ്റൊരർത്ഥവും കൂടെ ഉണ്ട്, കപ്പാസിറ്റി എന്നൊരർത്ഥം. മേക്കിംഗ് റൂം ഫോർ ദ ഡിവൈൻ, അല്ലേ? നമ്മൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയുണ്ട്, അല്ലേ? ഈ അവസ്ഥയ്ക്ക് എന്താണ്? ഒന്ന്, നമ്മൾ എന്തോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, ഒന്ന് റിലീസ് ചെയ്യുന്നൊരവസ്ഥ, ഒന്ന് കപ്പാസിറ്റി. ഒരു ദൈവികമായ എൻകൗണ്ടറിന് വേണ്ടിയിട്ട്, ഒരു ദൈവികമായ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ദൈവികമായ ഒരു കൂട്ടിമുട്ടലിന് വേണ്ടിയിട്ട്, ഒരു ദൈവികമായ ഒരു അഭിമുഖീകരണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് നമ്മളെ തന്നെ പാകപ്പെടുത്തുകയും പക്വതപ്പെടുത്തുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പോ എന്താണ് കാഫ് നമ്മളെ പഠിപ്പിക്കുന്നത്? കാഫ് ടീച്ചസ് ദാറ്റ് വാട്ട് യു ഹോൾഡ് ഷേപ്സ് ആൻഡ് വാട്ട് യു ബിക്കം. നമ്മളെ കാഫ് പഠിപ്പിക്കുന്നത് നമ്മളെ തന്നെ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ദൈവികമായൊരു സ്വഭാവത്തിലേക്ക് നമ്മളെ തന്നെ രൂപീകരിക്കുന്നതും നമ്മൾ എന്തായിത്തീരണമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തയുടെ ആകത്തുകയാണ് കാഫ് എന്നുള്ള ആ അക്ഷരത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു ആകൃതിയെ കാണിക്കുന്നത്. അടുത്തത് 2 എന്ന് എഴുതിയിട്ട് മീനിങ്, അർത്ഥം. ഒരർത്ഥം, നമ്മൾ പല അർത്ഥങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ ഞാൻ ഇവിടെ 2-3 അർത്ഥങ്ങളൂടെ പറയാം. ക്രൗൺ എന്നൊരർത്ഥമുണ്ട്, കിരീടം. വീണ്ടും കരം എന്നൊരർത്ഥമുണ്ട്. പൊട്ടൻഷ്യൽ എന്നൊരർത്ഥമുണ്ട്. സാധ്യത എന്നൊരു അർത്ഥമുണ്ട്. സാധ്യത എന്ന് പറഞ്ഞാൽ വെറും സാധ്യതയല്ല, അതിശക്തമായ ഒരു സാധ്യത ഉൾക്കൊള്ളുന്ന ഒരു അർത്ഥം അതിനുണ്ട്. ഇതിന്റെ റൂട്ട് മീനിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മീനിങ്ങിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ബെൻഡ്, ഒന്ന് കുനിയുക, ഒന്ന് താഴുക, ഒന്ന് ഷേപ്പ് ചെയ്യുക എന്നൊരർത്ഥമാണ്. Calf is the moment that infinite bend low to touch creation. ഇതിന്റെ ഒരർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെയൂടെ നമുക്ക് ചിന്തിക്കാം. കാഫ് എന്ന് പറയുന്നത് ആ ഉയരത്തിൽ നിന്നും താഴേക്ക് വന്നു എന്താ തൻ്റെ ആ സൃഷ്ടിയിലേക്ക് കരം വെച്ച് നീട്ടുന്ന ഒരു അർത്ഥം കൂടെ അതിനുണ്ട്. ടു ബെൻഡ്, ടു ഷേപ്പ്. എന്തിനാ താഴേക്ക് വന്ന് ആ സൃഷ്ടിനെ തൊട്ട്, അല്ലെങ്കിൽ ആ സൃഷ്ടിപ്പ് നടത്തുന്ന എന്തിനായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്? ദൈവത്തിന്റെ ഉള്ളിലുള്ള ആഗ്രഹത്തെ ദൈവം ഒരു സൃഷ്ടിയാക്കി മാറ്റി, ദൈവത്തിന്റെ പ്രതിപുരുഷരാക്കി മാറ്റി. നമ്മൾ ഓരോരുത്തരും കാഫായിട്ട് മാറണം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കരമായിട്ട് മാറേണ്ടതിനാണ്. ഇറ്റ് ക്യാരീസ് 2 കോർ ഐഡിയാസ്. ഈ കാഫ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ഏറ്റവും ദൃഢമായ ആഴത്തിലുള്ള 2 ആശയങ്ങൾ അതിലുണ്ട്. എ, കാഫ് എന്ന് എഴുതിയിട്ട് പാം, കരം എന്ന് എഴുതുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, കരം ദൃഷ്ടാന്തപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ കരം ചൂണ്ടിക്കാണിക്കുന്നത്, ഇറ്റ് സിംബലൈസ്, പ്രതിനിധാനം ചെയ്യുന്നത് എന്തൊക്കെയാണ്? അനുഗ്രഹം, ബ്ലെസ്സിങ് 1. 2, അതോറിറ്റി, ഒരു അധികാരത്തെ. 3, ട്രാൻസ്മിഷൻ ഓഫ് പവർ, ഒരു അധികാര കൈമാറ്റത്തെയും കൂടി അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഓക്കെ, നമുക്ക് അടുത്ത് എഴുതാം. പ്രീസ്റ്റ് ബ്ലസ്ഡ് വിത്ത് അപ്ലിഫ്റ്റഡ് palm. Kings were anointed with oil poured from the palm. Fathers
laid palm on their children to speak destinity. അതായത് നമുക്ക് ഇങ്ങനെ കാണാം, ബ്ലെസ്സിങ്. ഇവിടെ പുരോഹിതര് കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാം. അതേപോലെ തന്നെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ തൈലാഭിഷേകം ചെയ്യുന്ന കരത്തെ നമുക്ക് തിരുവചനത്തിൽ കാണാം. പിതാക്കന്മാർ പുത്രന്മാരെ അവരുടെ ആ ഡെസ്റ്റിനിറ്റി, അവരുടെ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ അവരുടെ ജീവിതം എന്തായി തീരുമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ പറ്റും. അതായത് ബ്ലസ്സിങ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൗരോഹിത്യ ഒരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്, പൗരോഹിത്യ തരത്തിലുള്ള അനുഗ്രഹം. അതോറിറ്റി പറഞ്ഞപ്പോൾ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ഒരു കാര്യം. ട്രാൻസ്മിഷൻ ഓഫ് പവർ, അധികാര കൈമാറ്റം, അതായത് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് അധികാരം കൊടുത്ത് അവരുടെ ആ ജീവിതത്തെ പൂർണ്ണമാക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുക. ഇതെല്ലാം കാഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷൻ ആയിട്ടുള്ള അർത്ഥമാണ്. കാഫ്, ദ പ്ലേസ് വെയർ ഗോഡ് വിൽ മീറ്റ് യുവർ യെസ്. നിങ്ങളുടെ ഉത്തരങ്ങളെ ദൈവം സന്ദർശിക്കുന്ന ഒരിടം. അങ്ങനെയും കൂടി ഒരു അർത്ഥം ഈ കാഫിനുണ്ട്. അടുത്തത് നമുക്ക് കാഫ് എന്ന് എഴുതിയിട്ട് അതിന്റെ ബി എന്നുള്ള ഒരു പോയിന്റ് ആണ് ക്രൗൺ എന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഈ ക്രൗൺ എന്ന് എഴുതുമ്പോൾ ഈ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദ ക്രൗൺ ഓഫ് ഡിവൈൻ വിൽ എന്നൊരർത്ഥമുണ്ട്. അതായത് ദിവ്യത്വത്തിന്റെ പൂർണ്ണതയുള്ള ആ ദിവ്യമായിരിക്കുന്നതിന്റെ പൂർണ്ണ ഇച്ഛയെ സാധ്യമാക്കുന്ന കിരീടം. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്താണ് പറയാൻ വരുന്നത്. അതായത് ദിവ്യത്വത്തിന്റെ പൂർണ്ണതയെ, ആ ഇച്ഛയെ, ആഗ്രഹത്തെ പൂർണ്ണമാക്കിയ ഒരു കിരീടം. ഇതാരെക്കുറിച്ചാ പറയുന്നത്? ഇതാരെക്കുറിച്ചാ പറയുന്നത്? യേശു മഹത്വീകരിക്കപ്പെട്ട നമ്മുടെ യേശു കർത്താവിനെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ക്രൗൺ എന്നുള്ള ആ ഒരു പദമുണ്ടല്ലോ, കിരീടം എന്നുള്ള ഒരു പദം, അതിന്റെ എബ്രായ പദം കൂടെ ഞാൻ പറഞ്ഞുതരാം. കെറ്റർ എന്നാണ്. കെറ്റർ, KETER, കെറ്റർ എന്നും കൂടെയാണ്. അത് നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ ഒരു പുതിയൊരു വാക്ക് നിങ്ങൾ പഠിക്കുകയാണ്, നിങ്ങൾ എഴുതി വെക്കുക, കെറ്റർ. അപ്പോ ഈ ലെറ്ററിന്റെ ഉദ്ദേശം എന്താണ്? സ്വർഗീയമായ ഇരിക്കുന്ന ഇച്ഛയെ ആ സ്വർഗത്തിന്റെ പൂർണ്ണതയിൽ തന്നെ നിൽക്കാതെ താഴേക്ക് വന്നു കുനിഞ്ഞു സൃഷ്ടിയുടെ മേലിലേക്ക് തൻ്റെ ആ മഹത്വം കൊടുക്കുകയും ആ മഹത്വത്തിലൂടെ തന്നെ മറ്റൊരു ആഗ്രഹം, ദൈവികത്വത്തിന്റെ പൂർണ്ണത ഉള്ള ആഗ്രഹത്തെ നിറവേറ്റുകയാണ് ഈ അക്ഷരത്തിന്റെ ഒരർത്ഥം എന്ന് പറയുന്നത്. ഒരർത്ഥം. ഞാൻ മറ്റൊരു കാര്യം കൂടെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹം, ആ കാര്യം എന്ന് പറയുന്നത് എന്താണ് എബ്രായ ഭാഷയെന്ന് ഒരിക്കൽ കൂടി ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ചായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഒരു അർത്ഥമല്ല, ഒരു അർത്ഥതലമല്ല, അതിന് വിവിധ അർത്ഥതലങ്ങളുണ്ട് ഓരോ അക്ഷരത്തിനും. ഞാൻ തുടക്കം മുതലേ പറഞ്ഞു, ഓരോ അക്ഷരത്തിനും അതിൻ്റെ തരത്തിലുള്ള വിവിധ അർത്ഥതലങ്ങളുണ്ട്. ദ 70 ഫേസസ് ഓഫ് തോറ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. 70 മുഖങ്ങളുള്ള തോറ, അല്ലെങ്കിൽ 70 മുഖങ്ങളുള്ള ന്യായപ്രമാണം എന്നൊരു പ്രയോഗമുണ്ട്. എന്താണ് 70 മുഖങ്ങൾ എന്ന് പറയുന്നത്? ഒരു മുഖം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഫ്രണ്ട് മാത്രം കാണാം, അല്ലേ? ഇവിടെ ഒരു മുഖം ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു മുഖം ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു മുഖം ഉണ്ടെങ്കിൽ, നമുക്ക് ഈ 4 വശത്തും ഒരു അല്ലേ, ഒരു 360 ആംഗിളിൽ നമുക്ക് കാണാം. അപ്പോൾ 70 മുഖങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം? ആരെങ്കിലും എന്നെ ഓർമ്മിപ്പിക്കണം. നമ്മുടെ ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വിശദാംശം നമ്മുടെ അവസാനം അക്ഷരം പഠിച്ചു തീരുമ്പോൾ അവസാനം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞായിരിക്കും. ഞാൻ ഒരുപക്ഷെ മറന്നു വേണമെങ്കിൽ ആരെങ്കിലും എന്നെ ഓർമ്മിപ്പിക്കണം. അടുത്ത് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ എന്ന് എഴുതാം, 20.
നമ്മൾ യോത് പഠിച്ചപ്പോ എന്തു എന്ത് പഠിച്ചു? 10 എന്ന് പഠിച്ചു അല്ലെ? ഇവിടെ നമ്മൾ 20 എന്ന് പഠിക്കുന്നു. അപ്പോ 10 കഴിഞ്ഞ അടുത്ത 11 വരണ്ടേ. യഥാർത്ഥത്തിൽ ഇത് 11ാമത്തെ അക്ഷരമാണ്. ആലഫ് ബെയ്ത്ത് എന്ന ഓർഡറിൽ ഇത് 11ാമത്തെ അക്ഷരമാണ്. പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കുന്നു ഗെമറ്റേറിയ വാല്യൂ 11 20. അതിന്റെ അർത്ഥം എന്തുവാ? പവർ. ഒന്നും കൂടി പവറായി. 10 എന്ന് പറയുന്നതും 20 എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? 11, 12, 13, 15 അല്ല, 20 എന്ന് പറയുമ്പോൾ ആ ആ ആ അക്കത്തിന് ശക്തി കൂടി. ഈ ശക്തി എന്തിനാ? ചില കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്നതിനായിട്ടുള്ള അർത്ഥം കൂടിയാണ് 20 എന്ന് പറയുന്നത്. ഈ ഗമറ്റേറിയ വാല്യൂ, ദ നമ്പർ 20 carries the energy of maturity, capacity, authority to act. ഇതെന്തിനൊക്കെയാ കാണിക്കുന്നത്? ഒരു പക്വതയെ കാണിക്കുന്നു അല്ലെ? ഒരു ഒരു കുഞ്ഞിങ്ങനെ ജനിച്ച് 10 വയസ്സ് കഴിഞ്ഞ് 15 വയസ്സ്, 18, 19, 20 എന്ന് പറയുമ്പോൾ ഒരു പുരുഷനായി തീരുന്നതിന്റെ ഒരു എല്ലാ ലക്ഷണവും കാണിക്കുന്ന ഒരു പക്വതയുള്ള ഒരു പുരുഷന്റെ ലക്ഷണത്തെ, മെച്യൂരിറ്റിയെ കുറിച്ച് കാണിക്കുന്നു. കപ്പാസിറ്റി, അവനത് ചെയ്യുവാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് കാണിക്കുന്നു. അതേപോലെ തന്നെ അധികാരത്തോടെ അത് ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുവാനുള്ള ആ ഇച്ഛാശക്തിയെയും ഇവിടെ കാണിക്കുന്നു. അപ്പോ നമ്മൾ യോധ് പഠിച്ചപ്പോ ഒരു കാര്യം കൂടെ പഠിച്ചു. ഒരു സ്പാർക്കാണെന്ന് ഞാൻ പഠിപ്പിച്ചു അല്ലെ? ഒരു തീപ്പൊരി, ഒരു ചെറിയൊരു അഗ്നിമയം അതിലുണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചു. അപ്പോൾ ആ അഗ്നിമയം ഇവിടെ കാഫിൽ വന്നപ്പോ എന്ത് പറ്റി? അത് ഡബിളായി അല്ലേ? അതായത് ആ സ്പാർക്ക് എന്ന് പറയുന്നത് എന്താണ്? യോധം എന്ന് പറയുന്നത് ഞാൻ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. സൃഷ്ടിക്കാൻ ഉപയോഗിച്ചത് ദൈവത്തിന്റെ കരം എന്ന് പഠിപ്പിച്ചു. പല പല അർത്ഥങ്ങൾ ഞാൻ പഠിപ്പിച്ചു. ഈ അർത്ഥത്തിന്റെ അകത്ത് 10 എന്ന് പറയുമ്പോൾ ഒരു ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തിയുടെ ഇരട്ടി ശക്തിയാണ് വരുന്നത്. എന്തിനാ? ആ കൃത്യനിർവഹണം ശക്തിയോടെ, ബലത്തോടെ ചെയ്യാനായിട്ട്. ഇതെല്ലാം ഇതിന്റെ അർത്ഥത്തിലേക്ക് വരുന്നതാണ്. അപ്പോ ഇതെന്താണ് കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് ഒന്ന് പണിഞ്ഞെടുക്കാനായിട്ടാണ്. എന്താണ്? ദൈവികമായ തീരുമാനത്തിന്റെ സകല വിധത്തിലുള്ള ചിന്തകളെയും പണിഞ്ഞെടുക്കുന്ന ഒരു ഇച്ഛാശക്തി അതിന്റെ പിറകിലുണ്ട്. ആ 20 എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂവിന്റെ അകത്ത്. അതേപോലെ തന്നെ നമുക്ക് 4ാമത്തെ പോയിന്റ് പഠിക്കാം. പിക്ടോഗ്രാഫിക് ഡെപ്ത് അല്ലെങ്കിൽ പിക്ടോഗ്രാഫിക് മീനിങ്. അതായത് ഈ ലോകത്തെ പുനർനിർമ്മിച്ച കരം എന്നുള്ള ഒരു അർത്ഥം അതിന് നിങ്ങൾ എഴുതണം. ഈ ലോകത്തെ പുനർനിർമ്മിച്ച കരം. ഈ പഴയ കാഫ് നമ്മൾ നോക്കുമ്പോ എന്തായിട്ട് അവിടെ ഒരു കരം ഇങ്ങനെ ഇരിക്കുന്ന ഒരു കരമായിട്ടാണ് നമുക്ക് കാണുന്നത് അല്ലേ? ഇതെന്താ കാണിക്കുന്നേ? ഇരമ്യാവിന്റെ പുസ്തകം അതിന്റെ 18ാമത്തെ അധ്യായത്തിൽ നമുക്കൊരു കാര്യം കാണുവാൻ കഴിയും. എന്തുവാ? ഒരു 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 കളിമൺ ശില്പി അദ്ദേഹത്തിന്റെ ചക്രത്തിൽ വെച്ച് ഒരു ചെളി കഷ്ണത്തെ എടുത്ത് എന്ത് ചെയ്യുന്നു? ഒരു ഷേപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമത്തെ നമുക്ക് ആ അധ്യായത്തിൽ കാണുവാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ചിത്രം നമുക്ക് കാണുവാൻ പറ്റും. എന്താണ്? പൊടിയായിട്ടിരുന്നതിനെ ആദം എന്നുള്ളൊരു മനുഷ്യ സൃഷ്ടിയിലേക്ക് ദൈവം കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതേപോലെ തന്നെ മിശിഹായുടെ അനുഗ്രഹീതമായ കരത്തെ നമുക്ക് കാണുവാൻ കഴിയും. ആ കരം കൊണ്ടാണ് യേശു കർത്താവ് പലരെയും സൗഖ്യമാക്കിയത്. കരം ഉപയോഗിച്ച് ചെളി പുരട്ടി അല്ലെങ്കിൽ തൊട്ടു സൗഖ്യമാക്കിയതെല്ലാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ കരം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ദൈവത്തിന്റെ ഒരു വലിയ സൃഷ്ടിയുടെ പൂർണ്ണതയാണ് കാണിക്കുന്നത്. അതെന്തിനായിട്ടാണ് കാണിക്കുന്നത്? ഈ മനുഷ്യനെ അല്ലെങ്കിൽ
ആ പാത്രത്തെ, ദൈവം ഉരുവാക്കി എടുത്തിരിക്കുന്ന ഈ പാത്രത്തെ ശക്തിയോടും ബലത്തോടും ദൈവം നിർമ്മിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൈപ്പണിയായിട്ട് തീരുവാൻ, ദൈവത്തിന്റെ ഒരു ഒരു കരമായിട്ട് ഈ ഭൂമിയിൽ ആയിത്തീരുവാനായിട്ടാണ് ദൈവം ആ ഇവിടെ കരം എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് താങ്ങുക, ഒന്ന് കൊടുക്കുക, ഒന്ന് വാങ്ങിക്കുക. ഇതെല്ലാം കരത്തിന്റെ പ്രത്യേകതയാണ്. നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്, ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിനെ താങ്ങി പിടിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കുവാൻ കഴിയുന്നത്, ഇതെല്ലാം കരത്തിന്റെയാണ്. ഇതിനെ ഞാനിത് ഈ അർത്ഥം പറയുമ്പോൾ ഇതിനെ നിങ്ങൾ ബന്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ആത്മീയമായ തലത്തിലാണ് ഇതിനെ ബന്ധിപ്പിച്ച് നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഈ കാഫ് എഴുതുമ്പോൾ സി പോലെ എഴുതുന്നുണ്ടല്ലോ. ഈ ഫൈനൽ ഫോം ഓഫ് കാഫ് എന്ന് പറയുമ്പോൾ ആ സി പോലെ എഴുതാതെ ആ കാല് നീണ്ട് താഴേക്ക് പോകുന്നു. ഇതെന്താ പഠിപ്പിക്കുന്നേ? ഇത് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു അച്ചടക്ക ബോധം, ഒരു എന്താണ് പറഞ്ഞത്, ഒരു ഒരു സ്റ്റുവേർട്ട്, ഒരു ശുശ്രൂഷകന്റെ ഒരു എളിമ, താഴ്മ, വിനയം, സകലത്തും എന്താണ് പറയുന്നത്, തൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യം അതേപോലെ ചെയ്യുവാനുള്ള ഒരു താഴ്മയാണ് കാഫിന്റെ ആ ഫൈനൽ ഫോമിനെ കാണിക്കുന്നത്. അതേപോലെ തന്നെ അനുഗ്രഹത്തെയും കാണിക്കുന്നു. അപ്പോ നമുക്ക് ഇതിന്റെ ബൈബിൾ എക്കോസ് അല്ലെങ്കിൽ ബൈബിൾ പ്രതിധ്വനികൾ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുത്തിട്ട് എഴുതാം. യോബിന്റെ പുസ്തകം 12:10. ഇൻ ഹിസ് ഹാൻഡ് ഇസ് ദ സോൾ ഓഫ് എവ്രി ലിവിങ് തിങ്സ്. യോബിന്റെ പുസ്തകം 12:10. അപ്പോ കാഫിനെ നമുക്ക് ഇങ്ങനെ പഠിക്കാം. കാഫ് എന്താണ്? ദ ഡിവൈൻ ഹാൻഡ് ഹോൾഡിംഗ് എവറി ബ്രത്ത്. ജീവനുള്ളതൊക്കെയും ആ ദിവ്യമായ കരം താങ്ങി നിർത്തുന്നു. അതേപോലെ തന്നെ 18-ാം സങ്കീർത്തനം അതിന്റെ 35-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ആ കരം സകലത്തെയും സംരക്ഷിക്കുന്നു, സകലത്തെയും പിൻതാങ്ങി ഉയർത്തിവിടുന്നു. Your right hand has held me up. താന്നിരിക്കുന്ന സകലത്തെയും ദൈവം ഉയർത്തിവിടുന്നു. ഉയർത്തിവിടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കരത്തിന് നമ്മൾ കാഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മൾ ഒരു പോർഷനെ നമ്മൾ പഠിച്ചു പോകുന്നുള്ളൂ. നമ്മൾ ഈ ആലഫ് മുതൽ ഇപ്പോൾ ഈ കാഫ് വരെ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഇതിന്റെ കാഫിന്റെയും അല്ലെങ്കിൽ ആലഫിന്റെയും എല്ലാ അർത്ഥങ്ങളും പഠിപ്പിക്കുന്നു എന്നൊരു ധാരണ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകരുത്. നിങ്ങൾക്ക് ഇനിയും ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് ആഴത്തിൽ. ഇത് നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബേസിക് കോഴ്സ് എന്ന് പറഞ്ഞു, ബേസിക് ആയിട്ടുള്ള കോഴ്സ്. അപ്പൊ ബേസിക് കോഴ്സിന് വേണ്ടുന്ന പരമാവധി കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ പറയണമെങ്കിൽ കുറേ കാര്യങ്ങൾ വിശദീകരിച്ച് പറയണം. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ചൊരു ഹിന്റ് തരാം. കാരണം പലർക്കും ഞാനിത് പഠിപ്പിച്ച് മുന്നോട്ട് വന്നപ്പോൾ ചില കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പറഞ്ഞു. എന്താണ് എബ്രായ ഭാഷ? ആ എബ്രായ ഭാഷ മനസ്സിലാക്കേണ്ട വിധങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവിൽ ഈ കരം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് നോക്കാം. ആ കരം ഉപയോഗിച്ച് അന്ധന്മാരെ കാഴ്ച നൽകി, കുനിഞ്ഞിരുന്നവരെയും താഴ്ന്നു കിടന്നവരെയും ഉയർത്തിപ്പിടിച്ചു. താൻ മുറിക്കപ്പെടുന്ന, അറുക്കപ്പെടുന്ന കുഞ്ഞാട്, തകർക്കപ്പെടുന്ന അപ്പം എന്ന് കാണിക്കുവാനായിട്ട് അപ്പം എടുത്ത് ആ കരം കൊണ്ട് ആ അപ്പത്തെ നുറുക്കി കാണിച്ചു തന്നു. ഇത് ഇങ്ങനെയാണ് ഞാൻ നുറുക്കപ്പെടാൻ പോകുന്നത്. അത് ക്രൂശിൽ 2 കൈകളും
നീട്ടിവെച്ച് വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ ഹിതം നമ്മുടെ മേൽ കാണിച്ചു തന്നു. യഹോശുവ is the calf in motion. യഹോശുവ ആ കാഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ അക്ഷരത്തെ കൂടുതൽ അത് ചലനാത്മകതയാക്കി നമുക്ക് കാണിച്ചു തരുന്നു. സ്വർഗത്തിന്റെ കരം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യത്വത്തിലേക്ക് വന്ന് ആ മനുഷ്യനായിട്ട് ഉയരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരമായി മാറിയതിന്റെ കരുണയ്ക്കായിട്ട്, കൃപയ്ക്കായിട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരമായി മാറിയതിനെ നമുക്ക് കാണിച്ചു തരും. അതേപോലെ തന്നെ ഇതിനൊരു മർമ്മമുണ്ട്. ഈ കാഫിന് ഒരു മർമ്മമുണ്ട്. ദ മിസ്റ്റിക്കൽ സിംബലിസം, പ്രതിരൂപാത്മകമായിട്ടുള്ള മർമ്മം എന്നുള്ള ഒരു ടൈറ്റിൽ എഴുതിയിട്ട് ഇങ്ങനെ എഴുതാം: വെസൽ ഓഫ് ഗ്ലോറി, മാനപാത്രം, മഹത്വത്തിന്റെ പാത്രം എന്നെഴുതാം, അല്ലെങ്കിൽ മാനപാത്രം എന്നെഴുതാം. മഹത്വത്തിന്റെ പാത്രം എന്നായിരിക്കും കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ഒരു പരിഭാഷ. അപ്പൊ കാഫ് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? ആ കാഫ്, ഞാൻ പറഞ്ഞല്ലോ, ആ കാഫ് എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരത്തിന്റെ അകത്ത് ഒരു സ്പേസ് ഉണ്ടെന്ന്. ആ സ്പേസ് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം സകലത്തെയും നിറയ്ക്കുവാനുള്ള നിറവ് എന്നുള്ളൊരു വലിയൊരു അർത്ഥമുണ്ട്. ആ ശൂന്യത, ആ ഇടം എന്നുള്ളൊരു അർത്ഥം. അതേപോലെ തന്നെ ഓപ്പൺ വൈഡ്, ഒരു പക്ഷി, ഞാൻ വേറൊരു അർത്ഥം പറഞ്ഞൊരു തുടക്കം, ഒരു പക്ഷിയുടെ ചിറകെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ കുറച്ചർത്ഥങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. കാരണം നമുക്ക് അർത്ഥങ്ങൾ ഒരുപാടുണ്ട്. കിരീടത്തെ കുറിച്ചിട്ട് ഇനിയും എനിക്ക് വിശദീകരിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഒരു ബേസിക് ലെവൽ പോകുന്നുണ്ട്, നമുക്ക് അത്രയൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഓപ്പൺ വൈഡ് എന്ന് പറഞ്ഞൊരു അർത്ഥമുണ്ട് അല്ലേ? ഒരു വിശാലതയിലേക്ക് തുറന്നു വെക്കുന്ന ഒരു കരം എന്നൊരു അർത്ഥവും കൂടിയുണ്ട്. അതേപോലെ തന്നെ ഒരുക്കപ്പെടുന്ന ഒരു പാത്രം എന്നൊരു അർത്ഥമുണ്ട്. എവിടെ ഒരുക്കപ്പെടുന്നു? നമ്മൾ യിരെമ്യാ പ്രവചനം 18-ാമത്തെ അധ്യായം കണ്ടു. അവിടെ ഒരു പ്രവാചകൻ അല്ലേ, തൻ്റെ ആ വെസൽ ഒരുക്കുന്നതായിട്ട്, പാത്രം ഒരുക്കി എടുക്കുന്നതായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. അങ്ങനെ ഒരു അർത്ഥവും കൂടി ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ കാഫ് എന്ന് പറയുന്നത് കപ്പാസിറ്റിയുടെ ഒരു ലെറ്ററാണ്. The soul became a container of divine presence. ആത്മാവ് ഒരു ദൈവസാന്നിധ്യ ബോധത്തിന്റെ ഒരു പേടകം, അല്ലെങ്കിൽ ഒരു പെട്ടി, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറായിട്ട് മാറുന്നതിന്റെ ഒരർത്ഥമുണ്ട്. അതേപോലെ തന്നെ കാഫിന് മറ്റൊരു അർത്ഥവും കൂടെ ഉണ്ട്, യഹൂദ പാരമ്പര്യം അനുസരിച്ച്. God, calf is the moment God bowed the heavens to dwell among us. സ്വർഗം നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ ഒപ്പം ആ താന്ന ഭൂമിയില് നമ്മുടെ ഒപ്പം നിൽക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗം ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു അർത്ഥവും കൂടി അതിനുണ്ട്. Calf is equal to Emmanuel encoded in a curve. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇമ്മാനുവേൽ എന്ന് വെച്ചാൽ എന്താ? നമ്മളോട്, ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ എന്നൊരർത്ഥമുണ്ട്. അപ്പൊ നമ്മോട് കൂടെ വാഴുവാനായിട്ടാണ് കാഫ് ആഗ്രഹിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് കാഫിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്തത് ലാമേദ് എന്ന് പറഞ്ഞിരിക്കുന്ന അക്ഷരത്തിലേക്ക് പോകാം. അപ്പോൾ ലാമേദിന് പോകുന്നതിന് മുൻപ് ഞാൻ ലാമേദ് എന്താന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും.
ഒരു നിമിഷം. ഓക്കെ, ഓക്കെ, കാണാൻ കഴിയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ലമേത് കണ്ടോ? ഒരു വടി പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു വടി പിടിച്ചിട്ടൊരു ഇടയൻ നിൽക്കുന്ന ഒരു ഒരു കാര്യത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്ക് കാണുവാൻ കഴിയുന്ന പറയാം അതിൻ്റെ അകത്ത് ഇല്ലല്ലോ, എനിക്കങ്ങനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന രണ്ട് മൂന്ന് നമ്മുടെ അങ്ങനെ കേട്ടിട്ടുള്ള കാര്യമുണ്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന്. നമുക്ക് ഇവിടെ നമുക്ക് അങ്ങനെ കണ്ടേ പറ്റൂ. ബിക്കോസ് ഓരോ അക്ഷരവും അതിൻ്റെതായിട്ടുള്ള ഒരു അർത്ഥത്തെ പ്രതിദാനം ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ് അത് പ്രതിദാനം ചെയ്യുന്നത്, ആർക്കു വേണ്ടിയിട്ടാണ് പ്രതിദാനം ചെയ്യുന്നത്? അത് നമ്മുടെ മിശിഹയെ കാണിച്ചിട്ടാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ് ഓരോ അക്ഷരവും പ്രതിദാനം ചെയ്യുന്നത്. ഓക്കെ, സോറി ലമ്മി, ഞാൻ ഇവിടെ വച്ചിരിക്കുന്ന ചിത്രം കുറച്ചൊന്ന് മാറിപ്പോയി. ഐ എം സോറി. ഓക്കെ, കുഴപ്പമില്ല, അത് മെയിമിൻ്റെതായി പോയി, തിരിഞ്ഞുപോയി. അത് വെച്ചപ്പോൾ ഡിസൈൻ ചെയ്തപ്പോൾ കുഴപ്പമില്ല. ലമേദ് എന്നുള്ളതിന് നിങ്ങൾ നോക്കി പഠിക്കുക. ഈ ഏർലി ഹീബ്രു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അക്ഷരമുണ്ട് ഇവിടെ, ഏർലി ഹീബ്രു. അവിടെ നിങ്ങൾക്ക് ഒരു ഇടയന്റെ കോല് ഇങ്ങനെ തിരിച്ചു വച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മിഡിൽ ഹീബ്രുവും അങ്ങനെ തന്നെയാണ് കാണുന്നത്, ഒരു വടി. പിന്നെ അതേപോലെ ലേറ്റ് ഹീബ്രു, അവിടെയും ഒരു വടിയാണ് കാണുന്നത്. മോഡേൺ ഹീബ്രു, അവിടെയും ഒരു ഇടയന്റെ കോല് തന്നെയാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ പിക്ടോഗ്രാഫിക് മീനിങ് എന്ന് പറയുന്നത് ഇടയന്റെ കോല് എന്നാണ്. അതാണ് ന്യൂമറിക്കൽ വാല്യൂ 30. ഇതിനെ അർത്ഥം എന്ന് പറയുന്നത് ടീച്ച്, പഠിപ്പിക്കുക. യോക്ക് എന്നൊരർത്ഥമുണ്ട്. കാരണം നമ്മളിപ്പോൾ ആ മിഡിൽ ഹീബ്രുവിലും ഏർലി ഹീബ്രുവിലും കാണുന്നു തിരിച്ചു വച്ചിരിക്കുന്ന ഒരു ഇടയന്റെ കോല്. ഇതിനെ നമുക്ക് പിടിച്ചു വലിക്കാം, ഇങ്ങനെ പിടിച്ചു വലിക്കാം, അല്ലെങ്കിൽ അത് ഒരു എന്താ പറയുക, ഒരു നുകം പോലെ ആക്കി അതിനെ നടത്താം. അതായത് മൂന്നാമത്തെ അർത്ഥം പ്രൊട്ടക്റ്റ് എന്നുണ്ട്, ഗൈഡ് എന്നുണ്ട്, ബൈൻഡ് എന്നൊരർത്ഥമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് എഴുതുന്നവർക്ക് ഇങ്ങനെ എഴുതാം. എൻ്റെ വില 30. ശബ്ദം ല എന്നുള്ള ശബ്ദമാണ്. ചിത്രാക്ഷര അർത്ഥം ഇടയന്റെ കോൽ അല്ലെങ്കിൽ ഷെപ്പേർഡ് സ്റ്റാഫ് എന്നുണ്ട്. അർത്ഥം പഠിപ്പിക്കുക, ഇടയന്റെ കോൽ, ടു ലേൺ, ഷെപ്പേർഡ് സ്റ്റാഫ് എന്നുകൊണ്ടൊരു അർത്ഥമുണ്ട്. ഓക്കെ, നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ലമേദ്, ദ സ്റ്റാഫ് ഓഫ് ദ ഷെപ്പേർഡ്, ദ റൈസിംഗ് ഫ്ലെയിം. ഇടയന്റെ കോല് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഉയർന്നു വരുന്ന അഗ്നിജ്വാല എന്നുള്ള ഒരു അർത്ഥമാണ്. അതായത് ഈ ലമേദ് എന്നുള്ള അക്ഷരത്തിന്റെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇടയന്റെ കോല് എന്ന് ഞാൻ ഒരു അർത്ഥം പറഞ്ഞു. ഇതെന്താണ് നമ്മളെ കാണിക്കുന്നത്? ഒരു ഒരു വിളിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു വിളിയുടെ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തെ ആ വിളിയുമായി ചേർത്ത് നിർത്തി ആ വിളിയെ കാതോർത്ത് ആ വിളി എവിടുന്നാണോ വന്നത് അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നതിൻ്റെ ഒരു അർത്ഥം അതിനുണ്ട്, അല്ലേ? ഞാൻ ഈ പറഞ്ഞത് ഒരു ഇടയനാണ്. ഇടയൻ തൻ്റെ ആടുകളെ അല്ലെങ്കിൽ ഇടയൻ തൻ്റെ എന്താ പറയുക, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ താറാവിനെ കൊണ്ട് നമ്മുടെ നാട്ടില് നടന്നു പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും താറാവിന്റെ കൂട്ടങ്ങൾ പല ദിശയിലോട്ടും പോകുമ്പോൾ ഈ താറാവിനെ നയിക്കുന്ന ഒരു 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 ചെറുക്കനുണ്ടാവും അല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടാവും. ഇയാൾ ഈ കമ്പ് വെച്ചിട്ട് ഇങ്ങനെ തട്ടിയിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ആ ശബ്ദത്തിന്റെ
ആ വിളിയുടെ, ആ തൊടലിന്റെ ഒക്കെ അർത്ഥം ഈ ഇതിനറിയാം, താറാവിനറിയാം എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ ആ ഒരു അർത്ഥം അവിടെ നിങ്ങളെ മറന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചത്. ലാമേദ് ഇസ് എ ലെറ്റർ ഓഫ് ഗ്രോത്ത്. ഇതൊരു വളർച്ചയുടെ ലെറ്ററാണ്, അല്ലേ? അതെങ്ങനെയാണ് ഈ വളർച്ചയുടെ ലെറ്റർ എന്ന് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ആരെങ്കിലും ഒക്കെ ഓക്കെ ഓക്കെ നമ്മൾ ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാം എഴുതിയപ്പോൾ ഒരു പോർഷനിൽ നിൽക്കുന്നതായിട്ടാണ്, അല്ലേ? ആലഫ് എഴുതിയാലും ഇപ്പൊ അവസാനം നമ്മൾ പഠിച്ചു നിർത്തിയ അക്ഷരം കാഫ് എഴുതിയാലും ഒരു രണ്ട് വരിയിൽ നമുക്ക് മുട്ടിച്ച് എഴുതാൻ പറ്റും കാഫ് എന്ന്. പക്ഷെ ലമേദ് നമുക്ക് അങ്ങനെ മുട്ടിച്ചെഴുതാൻ പറ്റത്തില്ല. കാരണം ലമേദിന്റെ തല ഇങ്ങനെ നീണ്ട് വേണം എഴുതാനായിട്ട്. അതെന്ന് പറയുന്നത് എന്തുവാ? The lamb is the letter of growth, longing and the divine instruction. ഒരു ആഗ്രഹത്തിന്റെ, ഇച്ഛയുടെ, എനിക്ക് ഉയരണം എന്നുള്ളൊരു ഒരു ഒരു ആഗ്രഹത്തിന്റെ അക്ഷരമാണ്. അതേപോലെ തന്നെ സ്വർഗീയമായ ആ ഇൻസ്ട്രക്ഷൻസ് കേട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഒരു അടയാളം കൂടി ഈ അക്ഷരത്തെ നമുക്ക് കാണുവാൻ കഴിയും. It is the alphabet's tallest letter, the only one that climbs above the baseline. ആ ബേസ് ലൈന് മുകളിലേക്ക് അള്ളിപ്പിടിച്ച് കയറി നിൽക്കുന്നത് പോലെയാണ് ലാമേദിന്റെ ആ അക്ഷരത്തെ നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഒരു ആത്മാവ്, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ലൈക്ക് എ സോൾ ഓൺ എ ടിപ്റ്റോസ് വാണ്ടിങ് മോർ ഓഫ് ഗോഡ്. ദൈവത്തെ ആ അത്രമാത്രം വാഞ്ചയോടെ, ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് എന്നുള്ള ആഗ്രഹത്തോട് കൂടി ആ ആത്മാവ് കടന്നു ചെല്ലുന്നതിനെയും ഈ ലമേദ് എന്നുള്ള അക്ഷരത്തിന്റെ ആ എഴുത്തിലെ ആ ആകൃതിയെ അതിനെ കാണിക്കും, അല്ലെങ്കിൽ രൂപത്തെ അത് കാണിക്കും. അപ്പോ ഒന്നാമത്തെ നമുക്ക് പോയിന്റ് എഴുതാം. ഷേപ്പ് എന്ന് എഴുതിയിട്ട് എ ഷെപ്പേർഡ് സ്റ്റാഫ് ആൻഡ് എ റീച്ചിങ് ഹാർട്ട്. ഒരു ഇടയന്റെ കോല്, അതല്ലെങ്കിൽ എന്താണ്, ഇച്ഛാശക്തിയോട് കൂടി അല്ലെങ്കിൽ പ്രേരക ശക്തിയോട് കൂടി എത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ലമേദ് ലുക്ക് ലൈക്ക്. ലമേദിനെ നമുക്ക് ഇങ്ങനെ കാണാം. എന്തായിട്ടാ കാണാൻ കഴിയുന്നത്? ഒരു ഇടയന്റെ കോലായിട്ട് കാണാൻ കഴിയും, ഒരു ടവറായിട്ട്, ഒരു ഗോപുരമായിട്ട് കാണുവാൻ കഴിയും. അതേപോലെ തന്നെ ഒരു ചെറിയ തീപ്പൊരി മുമ്പിലേക്ക് കത്തി കയറുവാനുള്ള ഒരു 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 എന്താണ്, കയറുവാനുള്ള ഒരു ആഗ്രഹം. എ ഫ്ലെയിം ലീപ്പിംഗ് അപ്വേർഡ്. ഒരു തീ മുകളിലേക്ക് കത്തിക്കയറുവാനുള്ള ആ അഭിനിവേശം. ദ ഹാർട്ട് ലിഫ്റ്റിംഗ് ബിയോണ്ട് ഇറ്റ് സെൽഫ്, അല്ലേ? നമ്മുടെ ഹൃദയം എവിടെ ഉന്നതിയിലേക്ക് പടർന്നു കയറുവാനുള്ള മറ്റൊരു കാര്യത്തെ, ആഗ്രഹത്തെയും കൂടി അത് കാണിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിലെ 5-ാമത്തെ സങ്കീർത്തനമാണ് എനിക്ക് തോന്നുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു പദം അതിലുണ്ട്. അവിടുത്തെ ആലയത്തിലേക്ക് വന്നു, അങ്ങനൊരു വാക്യമുണ്ട്. ഞാനത് കൃത്യം ഓർക്കുന്നില്ല ഇപ്പൊ പെട്ടെന്ന് എനിക്കത്. പക്ഷെ പെട്ടെന്ന് ആ സങ്കീർത്തനം 5 എൻ്റെ മനസ്സിലേക്ക് കയറി വന്നത്. മറിയാമ്മ സിസ്റ്റർ ഒന്ന് വായിക്കാമോ അത്? 7-ാം വാക്യം, 5-ാം സങ്കീർത്തനം 5:7 ഒന്ന് വായിക്കാമോ? വായിക്കാം. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ അടുക്കലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കിലുള്ള ഭക്തിയോടെ ആരാധിക്കും. എനിക്ക് പലപ്പോഴും വായിച്ചപ്പോ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, അവിടുത്തെ ആലയത്തിലേക്ക് വന്നു, അവിടുത്തെ എൻ്റെ ഭക്തിയോട് കൂടി ദൈവമേ നിന്നിലേക്ക് മുഴുവനുമായിട്ട് അലിഞ്ഞു ചേരുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ ഉദ്ബോധിപ്പിക്കണമേ എന്ന് പറയുന്ന ഒരു വലിയ ആശയം അവിടെ കിടപ്പുണ്ട്. അതായത് റബ്ബിമാർ അത് ഇങ്ങനെ പറയും:
ലമേദ് is the letter that turns the heart into a seeker. ലമേദ് എന്ന് പറഞ്ഞിരിക്കുന്ന അക്ഷരം തിരിഞ്ഞ് തന്നെ ആരാണ് അന്വേഷിക്കുന്നത്, ആ അന്വേഷിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് തിരിയുന്ന ഒരക്ഷരം അല്ലെങ്കിൽ ആണ് ലമേദ്. ഞാൻ ഈ അക്ഷരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ അക്ഷരത്തെ അല്ല നിങ്ങൾ അവിടെ കാണേണ്ടത്. ഞാൻ പറഞ്ഞു, അവിടെ നിങ്ങൾ കാണേണ്ടത് നമ്മുടെ മഹത്വപ്പെട്ട യേശു കർത്താവിനെയാണ് കാണേണ്ടത്. ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നെന്ന് വെച്ചാൽ, യോഹന്നാൻ ശിഷ്യനായ അപ്പോസ്തലനായ ശിഷ്യൻ ആയിട്ടുള്ള യോഹന്നാന്റെ അടുത്ത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഞാൻ ആലഫ് തൗ ആണ് എന്ന് പറയുന്നു യേശു കർത്താവ്. വാഴ്ത്തപ്പെട്ട മഹത്വീകരിക്കപ്പെട്ട യേശു കർത്താവ് പറയുന്നു, ഞാൻ ആലഫ് തൗ ആണ്. അപ്പൊ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് യോഹന്നാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഈ യോഹന്നാൻ ആരാണ്? ഒരു യഹൂദനാണ്. അതായത് ഇസ്രായേലിന്റെ ഏറ്റവും ആ യെരുശലേമിനൊക്കെ അടുത്ത് താമസിക്കുന്ന ഒരു യഹൂദ ഒരു പയ്യനായിരുന്നു. ഇവര് ചെറിയ നാളിൽ എന്താണ് ചെയ്യുന്നത്? ഇവര് ചെറിയ പ്രായത്തിൽ ഇവര് പോയിട്ട് ഇവരുടെ ക്ലാസ്സിൽ പോയിട്ട് ഇവർ പഠിക്കും. ആലഫ്, ബെയ്ത്ത്, ഗിമൽ എന്ന് പഠിക്കും. ഈ പഠിക്കുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന റബ്ബായി അവരിത് പറയുന്നത്, ഓരോ അക്ഷരങ്ങളും അതിന്റെ ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് മിഷിഹാക്കാണ്. ഈ മിഷിഹാക്കിനെയാണ് ഓരോ അക്ഷരവും ഡിനോട്ട് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ അക്ഷരത്തിന്റെ അർത്ഥങ്ങള്, ആ അക്ഷരത്തിന്റെ കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള അർത്ഥങ്ങള് ഇവർക്ക് പറഞ്ഞു കൊടുക്കും, പറഞ്ഞു മനസ്സിലാക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ ഇവിടെ കണ്ടപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ആലഫ് തൗ ആണ്. അതേപോലെ തന്നെ യഹൂദ മതത്തിന്റെ ആ ആശയത്തിൽ നിന്നുകൊണ്ട് അവർ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ദൈവം ഈ ഭൂമിയെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ഹി ക്രിയേറ്റഡ് 22 ലെറ്റേഴ്സ്. ദൈവം 22 അക്ഷരങ്ങൾ നിർമ്മിച്ചു. ഈ 22 അക്ഷരങ്ങളുടെ ബ്ലോക്കിലാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാനോട് മഹത്വപ്പെട്ട യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ ആൽഫയും ഞാൻ ആലഫ് തൗ എന്ന് പറഞ്ഞപ്പോ അത് യോഹന്നാൻ അങ്ങനെ തന്നെ എഴുതിയത്. ആലഫ് തൗ എന്ന് തന്നെയാണ് എഴുതിയത്. ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം. അതേപോലെ തന്നെ മറ്റൊരു അർത്ഥവും കൂടെ ഉണ്ട്. കാരണം ആലഫ് ഇസ് ദ ഫസ്റ്റ് ലെറ്റർ ആൻഡ് ദ തൗ ഇസ് ദ ലാസ്റ്റ് 22 ലെറ്റേഴ്സ്. ആ ഒരു അർത്ഥവും കൂടെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ആലഫിനും തൗവിനും ഇടയിലുള്ള അർത്ഥങ്ങളുണ്ടല്ലോ, ബെയ്ത്ത്, ഗിമൽ, ദാലദ്, ഹേ, ഇതെല്ലാം ഞാൻ തന്നെ ആകുന്നു. അതിന്റെ ഉള്ളിലുള്ള വേറെ അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥങ്ങളെല്ലാമാണ് യോഹന്നാൻ അന്ന് മനസ്സിലാക്കിയത്. അതായത് ഇപ്പൊ മലയാളത്തില് നമുക്ക് ഇങ്ങനെ വിവർത്തനം ചെയ്യാം. യേശു കർത്താവ് യോഹന്നാനോട് പറഞ്ഞു, ഞാൻ ആ മുതൽ അം വരെ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും മീനിങ് ഉണ്ടോ? ഞാൻ A to Z എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പക്ഷേ എബ്രായ ഭാഷയില് യോഹന്നാനോട് നമ്മുടെ മഹത്വപ്പെട്ട യേശു കർത്താവ് രാജാവായിട്ട് വന്ന് പറയുവാണ്, ഞാൻ ആലഫ് തൗ എന്ന് പറഞ്ഞപ്പോൾ അത് അത്രയും സീരിയസിലുള്ള കാര്യങ്ങളാണ് യോഹന്നാൻ അടുക്കി മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ, ഞാൻ അത് അടുത്ത ക്ലാസ്സിലാണ് അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം വരുമ്പോൾ ഞാനിത് പറയാനിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഹിബ്രു ലെറ്റർ പഠിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, യോദ് എന്ന് എഴുതുന്ന ആ കരം, ഇങ്ങനെ ഇരിക്കുന്ന ഒരു കരം, ഓക്കെ, ഇങ്ങനെ കാണിക്കും കരം ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗോഡ്ലി റെലത്തിനെയാണ് നമ്മൾ ഈ അപ്പർ പാർട്ട് എന്ന് പറയുന്നത്. ഈ നടുക്ക് എന്ന് പറയുന്ന ജോയിന്റ് എന്ന് പറയുന്നത് അത് മിഷിഹാനെ കാണിക്കുന്നു. ആൻഡ് ദ ഡൗൺ പാർട്ട് ഇസ് എർത്ത് എന്ന് പറഞ്ഞു. ചില വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞു,
നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ത് ഉത്തരം പറയണമെന്ന്. എനിക്ക് ആ സമയത്ത് ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ ഞാൻ സ്വസ്ഥമായിട്ടിരുന്ന് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അവരത് ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു. പല ക്ലാസ് ഞാൻ പറഞ്ഞു, നിങ്ങൾ എബ്രായ പഠനത്തിൽ, ഈ അക്ഷരമാല പഠനത്തിൽ വരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നമ്മുടെ ഒരു ബൈബിൾ നമ്മൾ പഠിച്ചു വന്ന ഒരു രീതിയിൽ നിന്നുകൊണ്ട് അതിനെ ചിന്തിക്കരുത്. നിങ്ങളൊരു ജൂയിഷ് ആയിട്ടുള്ള ഒരു യഹൂദ തരത്തിലുള്ള ചിന്താഗതിയിൽ ചിന്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ 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 തിരുവചനത്തിന്റെ അർത്ഥങ്ങൾ പിടികിട്ടുകയുള്ളൂ. ഞാൻ അതിൻ്റെ എല്ലാം പ്രതിരൂപങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ ആലഫ് ഞാൻ എഴുതിയപ്പോ ഞാൻ പറഞ്ഞു, ആലഫ് നടുക്ക് എഴുതിയിരിക്കുന്നത് ഒരു 3 ലെറ്ററിന്റെ ഫോർമേഷനാണ്. അതിൽ നടുക്കിരിക്കുന്ന ഒരു യോദാണ്, അല്ല, നടുക്കിരിക്കുന്ന വാവാണ്. മേളിലും താഴെയും 2 യോദുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല, അതിനകത്ത് എങ്ങനെയാണ് അത് വരുന്നത് എന്ന് പറഞ്ഞു. ഇതൊരു പ്രതിരൂപം മാത്രമാണ്. ഈ അക്ഷരങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ കാണേണ്ടത് വാഴ്ത്തപ്പെട്ട യേശു കർത്താവിനെ. നമ്മുടെ ഫോക്കസ് അതാണ്. നമ്മൾ എന്തിനിത് പഠിക്കുന്നു എന്ന് വെച്ചാല് നമ്മൾ അവസാനം വരും. നമ്മൾ 22 അക്ഷരങ്ങൾ കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ബറഷീത്ത് എന്നുള്ള പദം, അല്ലെങ്കിൽ ഷലോം എന്നുള്ള പദം, അല്ലെങ്കിൽ ഹോഷന്ന എന്നുള്ള പദം, ഈ പദം തന്നിട്ട് നമുക്ക് ഡീകോഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്തർത്ഥമാണ് ഡീകോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? ഇതാണ് അതിൻ്റെ സൗന്ദര്യം. ഇതാണ് ഈ ഭാഷയുടെ സൗന്ദര്യം. ഇതാണ് ഈ ഭാഷയുടെ മർമ്മം. ഇതാണ് ഈ ഭാഷയുടെ ഉൾക്കാഴ്ച. ഇതാണ് തിരുവചനത്തിലേക്ക്, അതിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ കൈ പിടിച്ച് നടത്തുന്ന ഒരു ചെറിയ വഴി. അതിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആശയങ്ങൾ വ്യത്യസ്തമായിട്ട് മാറുന്നത്. ഓക്കെ, ഞാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, അപ്പോ നമുക്ക് ഇങ്ങനെ വായിക്കാം. ഇറ്റ് കർവ് ബിലോ ആൻഡ് ടവർ എബവ് സിംബലൈസസ് റൂട്ട്നെസ്. അതായത് ഇതിന്റെ ഈ വടി ഇങ്ങനെ വന്ന് താഴോട്ട് പോകുന്നില്ലേ, ആ താഴോട്ട് പോകുന്നതിന് എന്തിനാ കാണിക്കുന്നത്? ഒരു എർത്തിലി ആയിട്ടുള്ള ഭൗമികമായ ഒരു നമ്മുടെ എക്സ്പീരിയൻസിനെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ആ ലാമേദിന്റെ മേളിലോട്ടുള്ള ആ കൊമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പിരിച്വൽ എവേക്കനിങ്, ഒരു ആത്മീയ ഉണർവിനെയാണ് അത് കാണിക്കുന്നത്. അതായത് നമ്മൾ യാക്കോബിന്റെ ഒരു സ്വപ്നം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്, അല്ലേ? അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അവിടെ സ്വപ്നമാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. തിരുവചനം അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അതല്ലാതെ നമ്മുടെ ജേക്കബ് കണ്ണു തുറന്ന് നിൽക്കുമ്പോഴല്ല അത് കണ്ടത്, അവിടെ ഒരു ഡ്രീം ആയിട്ടാണ് കണ്ടത്. ആ ഡ്രീം എന്തായിരുന്നു? കുറേ പടികൾ ഇങ്ങനെ പോകുന്നതായിട്ടാണ് കണ്ടത്, അല്ലേ? അപ്പോ എന്തുവാണ് അതിന്റെ അർത്ഥം? വൺ എൻഡ് ഓൺ എർത്ത്, ദ അതർ ടച്ചിങ് ദ ഗ്ലോറി. ഒരു കൽപ്പടവ് ഭൂമിയെ തട്ടുന്നു, മറ്റേത് ഇങ്ങനെ ഉയരത്തിലേക്ക്, മഹിമയിലേക്ക്, ഉന്നതത്തിലേക്ക്, സ്വർഗീയമായതിലേക്ക് തൊട്ടുപോകുന്നു. ഒന്ന് നമ്മൾ ഈ ലമേദ് ഒന്ന് പഠിക്കുമ്പോൾ ലമേദിന്റെ വടിയിൽ ആ താഴേക്ക് പോകുന്നത് ഭൗമികമായ ഒരു ആശയത്തെ പ്രതിദാനം ചെയ്യുന്നു. അതേപോലെ തന്നെ ഉയരത്തിലേക്ക് വളഞ്ഞു നിൽക്കുന്ന ആ കൊമ്പ് ആത്മീയമായ ഒരു ആശയത്തിലേക്ക് മുന്നോട്ട് നിൽക്കുന്നു. ഇത് രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം. ഇത് കാണിക്കുന്നത് എന്തായിരുന്നു? ഈ മനുഷ്യന് അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് രണ്ടും ബാലൻസ്ഡ് ആവണം. വി നീഡ് എന്താ പറയാ, ഹെവൻലി ടച്ച് ആൻഡ് വി നീഡ് ദ എർത്തിലി ടച്ച് ഓൾസോ. നമ്മൾ ഈ ഭൂമിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ഉണ്ടാക്കിയിട്ട് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതല്ല. പകരം ദൈവം അസന്നിഗ്ധമായിട്ട് പറയുന്നു, നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു, ഭൂമിയുടെ വെളിച്ചമാകുന്നു. നിങ്ങൾ ഈ ഭൂമിയിൽ നിൽക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിനെ മഹത്വീകരിക്കുകയും ആ മഹത്വത്തിലേക്ക് നിങ്ങൾ നിൽക്കുകയും വേണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വളരെ വലിയ വെളിപ്പാടുകളാണ് നമുക്ക് നമ്മുടെ അക്ഷരത്തിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. മീനിങ്, അർത്ഥം എന്ന് എഴുതിയിട്ട് ടു ലേൺ, ടു ടീച്ച്, ടു ലീഡ്. പഠിക്കുക, പഠിപ്പിക്കുക, നയിക്കുക. യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയപ്പെട്ട, എന്നെ കേൾക്കുന്ന, ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുഴുവൻ വിദ്യാർത്ഥി, എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ എല്ലാ ബഹുമാനപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളോടും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോടും, ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ യൂട്യൂബിൽ നോക്കി പഠിക്കുമ്പോഴെല്ലാം നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ആഫ്റ്റർ ദിസ് കോഴ്സ് നിങ്ങൾ ഒരു 5-10 പേരെ അല്ലെങ്കിൽ ഒരു 5 പേരെ നിങ്ങൾ ഇത് പഠിപ്പിക്കാൻ, നിങ്ങൾ പഠിച്ചത് പഠിപ്പിക്കാൻ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ ഇതിലെ എക്സ്പേർട്ട് ആവുന്നതല്ല, ഇതിൽ ദൈവികമായ വെളിപ്പാടുകൾ നിങ്ങൾക്ക് ദൈവം തരും. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അധ്യാപകൻ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ: അലോഷ്യസ്, ഇത് പഠിക്കൂ. എന്നെ പഠിപ്പിച്ച രീതി ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അതായത് എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിക്കാൻ പോവാണ്. അപ്പോൾ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്, കഴിഞ്ഞ വർഷം നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പഠിച്ച വിദ്യാർത്ഥികളുടെ ടെസ്റ്റ് മണി നിങ്ങൾ കേൾക്കുവാണെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ അവരെ പഠിപ്പിച്ചത്. കഴിഞ്ഞ വർഷം വേറെ രീതിയിലായിരുന്നു. ഈ വർഷം കുറേയും കൂടി ഏകദേശം ഒരു 70% കൂടി അധികം ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൽ കൂടുതൽ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ ടൈം ഫ്രെയിമിൽ അത് ഒതുങ്ങി നിൽക്കുന്നില്ല. അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സമയമെടുത്ത് ഇത് കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് പഠിക്കാം. പക്ഷെ അടുത്ത വർഷം ഞാൻ പറഞ്ഞതുപോലെ അടുത്ത വർഷം നമ്മളിത് ഒരു കൊല്ലത്തെ കോഴ്സായിട്ട് ഞാനിതിനെ മാറ്റി. കാരണം എൻ്റെ സമയം തീരുന്നില്ല. അതേപോലെ തന്നെ ആഴ്ചയിൽ 2 ക്ലാസ് ആയിട്ടും 1.5 മണിക്കൂർ ക്ലാസ് ആയിട്ട് ഞാനിതിനെ മാറ്റുവാണ്. എന്നാൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. കാരണം പലപ്പോഴും പല ആശയങ്ങളും പല വിദ്യാർത്ഥികളും അതൊരു പരിവേദനമായിട്ട്, ഒരു വിഷമമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പല ആശയങ്ങളും ഞാൻ പഠിപ്പിച്ച് പൂർത്തിയാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. കാരണം അതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് നമ്മളുടെ ടൈം ഫ്രെയിമാണ്. കാരണം ഈ ടൈം ഫ്രെയിം കൊണ്ട് തീർക്കണം ഉള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്ത് പോവാറുണ്ട്. ഓക്കെ, നമുക്ക് മീനിങ്ങിന്റെ ഇതിലേക്ക് പോകാം. The root word of Lamed is Damal. ഡമാൽ എന്നുള്ള റൂട്ട് വേർഡ് ഉണ്ട്. അതായത് നമ്മൾ ഷോർഷ് എന്ന് പഠിപ്പിച്ചത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുമല്ലോ. 3 അക്ഷരങ്ങളുള്ള ഒരു വ്യഞ്ജനാക്ഷരങ്ങൾ, 3 അക്ഷരമുള്ള കോൺസണൻസ്. ഷോർഷ്, അതായത് ദാലത്ത്, മേം, ലമേദ് എന്ന് പറഞ്ഞിരിക്കുന്ന 3 അക്ഷരങ്ങൾ. ഡമാൽ എന്ന് പറഞ്ഞിരിക്കുന്ന റൂട്ട് വേർഡിൽ നിന്നാണ് ലമേദ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ലേൺ, ആദ്യം പഠിക്കുക. ടു സ്റ്റഡി, ടു ബി ടോട്ട്. അപ്പോ ലമേദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലമേദ് ഇസ് ബോത്ത് the students bowing to receive and the shepherd rising to guide. അതായത് ലമേദ് ഒരേ സമയം തന്നെ ഒരു വിദ്യാർത്ഥി അത് താണ് വണങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? സകലതും തൻ്റെ ഗുരുനാഥനിൽ നിന്നും സ്വീകരിക്കുന്നു. എന്നിട്ട് അടുത്ത ഒരു ചിത്രം എന്താണ്? അടുത്ത ചിത്രം എന്ന് പറയുന്നത് ഒരു നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഇടയൻ. എന്താണ്? ഒരു ഇടയൻ എഴുന്നേറ്റ്, അതായത് ഈ റിസീവ് ചെയ്ത കാര്യത്തിൽ നിന്നും എഴുന്നേറ്റ് പുതിയൊരു പാതയിലേക്ക് നടക്കുവാനായിട്ട് നിർദ്ദേശിക്കുന്ന ഒരു ചിത്രം ഇവിടെ ഉണ്ട്. ഒരു വിദ്യാർത്ഥിയുടെയും ഒരു ഇടയന്റെയും ചിത്രം സമ്മിശ്രമായിട്ട് അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ച രീതിയിൽ നമുക്ക് ലമേദിനെ കാണുവാൻ പറ്റും. ഞാൻ ഈ അർത്ഥങ്ങളും ഞാൻ ഈ ആശയങ്ങളും പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ട എൻ്റെ ഓരോ വിദ്യാർത്ഥികളും, പ്ലീസ്, യു ഹാവ് ടു കണക്ട് വിത്ത് അവർ യഹോശുവ. യു ഹാവ് ടു കണക്ട് വിത്ത് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യു ഹാവ് ടു കണക്ട്
with our Lord Yehoshua. അപ്പോൾ ഇതിനൊരു rhythm ഉണ്ട്. Learn, transform and lead. Learn, transform and lead. നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്തെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയൂ. അങ്ങനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശുശ്രൂഷകൻ എന്നുള്ള ഒരു വലിയ പദവിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി നിങ്ങൾക്ക് വരുത്തുക. ചില മനുഷ്യരെ കാണത്തില്ലേ, നമുക്ക് ലീഡർഷിപ്പ് ഭയങ്കര ക്വാളിറ്റി ഉള്ള ചില വ്യക്തികളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ സൂക്ഷിച്ചു നോക്കി അവരെ പഠിച്ച് they are learning something from അവരുടെ രാത്രികളിൽ അവർ ഒഴിഞ്ഞിരിക്കുന്ന ആ സ്പേസിൽ they are learning something and they transforming them because അവരുടെ തോട്ട് പ്രോസസ്സിൽ അവരത് ട്രാൻസ്ഫോം ചെയ്തിട്ട് പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന അവരുടെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഹൗ ദേ ടോക്ക്, ഹൗ ദേ ഇൻസ്പയർ ദ പീപ്പിൾ വിത്ത് ദ വേർഡ്സ്, അവരുടെ ആക്ഷൻസ് കൊണ്ടൊക്കെ അത് ചെയ്യുന്നത്. സോ ഇതൊരു പ്രോസസ്സാണ്, ഇതൊരു പ്രോഗ്രഷനാണ്. സോ ഈ പ്രോഗ്രഷൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ യഹോശുവയിലാണ്. യഹോശുവ ആദ്യം എന്ത് ചെയ്തു? ആദ്യം തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. Then after that he came and he transformed the world, and then he lead the disciple, and now he leading us also. അടുത്തത് ന്യൂമറിക്കൽ വാല്യൂ 30. ഇറ്റ് ഇസ് എ മെച്യൂരിറ്റി ഓഫ് കോളിംഗ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചപ്പോഴും നമ്മൾ മെച്യൂരിറ്റി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതെന്തിനാണ് ഈ മെച്യൂരിറ്റി? ഒരു വിളി കേട്ടിട്ട്, ഒരു വിളിയുടെ, ഞാൻ തുടക്കം ഒരു വിളിയെ കുറിച്ച് പറഞ്ഞു, ആ വിളി കേട്ടിട്ട് ആ വിളിയുടെ ആ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു പക്വതയിലേക്കുള്ള ആ നടത്തം. ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ ആശയത്തെ ഒന്നും കൂടി ഞാൻ പൂർണ്ണമാക്കാം. ഞാൻ തുടക്കം ഒരു ഇടയന്റെ ഒരു വിളിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ വിളി കേട്ടിട്ട് ആ വിളി പൂർത്തിയാക്കുവാൻ ഇറങ്ങി, ഐ വിൽ ഡു, ഞാനിത് ചെയ്ത് തീർക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു കാര്യത്തെയും കൂടി ഈ 30 എന്നുള്ള അക്കം കാണിക്കും. ഈ 30 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തിരുവെഴുത്തിൽ നിന്നും ബൈബിളിൽ നിന്നും നിങ്ങൾക്ക് കാണുവാൻ കഴിയും അല്ലേ? നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ജോസഫിനെ കാണുവാൻ കഴിയും. ജോസഫ് എത്രാമത്തെ വയസ്സിലാണ് ആ അതോറിറ്റിയിലേക്ക് റൈസ് അപ്പ് ആയത്? അതേ കണക്കിന് ദാവീദ് എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങിയത് രാജവാഴ്ച? അതേപോലെ തന്നെ നമ്മുടെ യേശു കർത്താവ്, മഹത്വപ്പെട്ട നമ്മുടെ യേശു കർത്താവ് പബ്ലിക് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത് ഏത് വയസ്സിലാണ്? 30-ാമത്തെ വയസ്സ്. ആൻഡ് 30 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് 30 is equal to stepping into destiny. ആ പൂർണ്ണതയിലേക്കുള്ള ആ പാന്താവിലേക്ക്, വഴിയിലേക്ക് കാലെടുത്തു വെക്കുന്ന ഒരു വയസ്സ് കൂടിയാണ് 30-ാമത്തെ വയസ്സ്. അപ്പൊ ലാമേദ് എന്താണ് പറയുന്നത്? ലാമേദ് ഓരോ ആൾക്കാരുടെ ചെവിയിലും വന്ന് പറയുന്നത്, now you are ready to walk in what you have learned. 30-ാമത്തെ വയസ്സെന്ന് പറയുന്നത് now you are ready. നിനക്ക് നടന്നു തുടങ്ങേണ്ട ഒരു സമയമാണ്. എന്താ? നീ പഠിച്ചതൊക്കെയും കേട്ട് നടന്നു തുടങ്ങേണ്ട സമയമാണ്. അപ്പോ അതേപോലെ തന്നെ ഇതിന്റെ അടുത്ത അർത്ഥം നമുക്ക് നോക്കാം. 4th point, the pictographic depth. അപ്പോ ഇതിന്റെ പിക്ടോഗ്രാഫിക്കിന്റെ ഇത് നോക്കുമ്പോ ഒരു ഓക്സ് ഗോട്ടിന്റെ ഒരു വടി അല്ലെങ്കിൽ സ്റ്റാഫ് ആയിട്ട് നമുക്ക് ഇതിനെ കാണുവാൻ കഴിയും. Ancient lamed was a crooked stick used to guide oxen, direct movement, correct the path and maintain the alignment. നമ്മുടെ പശ്ചാത്തലത്തില്, ഇത് യഹൂദ പശ്ചാത്തലത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഓക്സൻ എന്നൊക്കെ പറയുന്നത് ഏറുകാള എന്നൊക്കെ നിങ്ങൾക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും.
കാളയെ ബലി കൊടുത്തതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്ന കാര്യമാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ചിത്രമാണ് ഞാൻ നിങ്ങളെ അവതരിപ്പിച്ചത്. താറാകൂട്ടത്തെ നയിക്കുന്നു. നമ്മുടെ നാട്ടിലും ഉണ്ടോ, അവരുടെ കയ്യിൽ ഒരു വടി ഉണ്ടാകും. അതെന്തിനാണ് ആ വടി വെച്ചിരിക്കുന്നത്? ആ പാത തെളിയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, മൂവ്മെന്റുകളൊക്കെ ശരിയാക്കുവാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിപ്പോകുമ്പോൾ ആ കറക്റ്റ് മൂവ്മെന്റ് മുന്നോട്ട് പോകാൻ, അലൈൻമെന്റ് പോകുന്ന ദിശയിലേക്കുള്ള ആ അലൈൻമെന്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അത് ആ കാലഘട്ടത്തിലെ അവിടെ മധ്യപൂർവേഷ്യയില് ഇസ്രായേലില് എന്തിനാണ് ഈ വടി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ വിധ കാര്യങ്ങളെ തന്നെയാണ്. ആട്ടിടയന്മാര് ആടുകളെ നിയന്ത്രിക്കുവാൻ, അവരുടെ പാതകളെ കറക്റ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ അവരുടെ മൂവ്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ഓടുമ്പോൾ വടി വെച്ച് അത് ചെയ്യുവാൻ, അവരുടെ ആ കറക്റ്റ് ആയിട്ടുള്ള ദിശയിലോട്ട് പോകുവാനൊക്കെ ആയിട്ടാണ്. അപ്പോ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? നമ്മളെന്താണ് പഠിപ്പിക്കുന്നത്? ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് 3 കാര്യങ്ങളാണ്. ദ ഡിവൈൻ ഗൈഡൻസ്, ദ തോറ ഇൻസ്ട്രക്ഷൻ, വേണമെങ്കിൽ തോറയ്ക്ക് പകരം അവിടെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ദ ബിബ്ലിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് എഴുതാം. ഗോഡ് ജെന്റ്ലി സ്റ്റിയറിംഗ് ദ സോൾസ്, അതായത് ഒരു ദൈവികമായ പരിപാലനം, ദൈവികമായ വചനത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ, അതേപോലെ തന്നെ ദൈവം നമ്മളെ ശാന്തരായി അനുകമ്പയോടെ സ്നേഹത്തോടെ നമ്മുടെ ആത്മാവിനെ ദൈവികമായ പാന്താവിലേക്ക് നയിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. 23-ാമത്തെ സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തനമുണ്ട്. യുവർ റോഡ് ആൻഡ് യുവർ സ്റ്റാഫ് പറഞ്ഞ് വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഡിവൈൻ ഗൈഡ് ആൻഡ് ടോറ ഇൻസ്ട്രക്ഷൻസ്. പിന്നെ നെക്സ്റ്റ് ഒന്നുകൂടെ ഉണ്ടല്ലോ, ഗോഡ് ജെന്റ്ലി സ്റ്റിയറിംഗ് ദ സോൾ. ഇടയ്ക്ക് കയറി സംസാരിക്കരുത് പ്ലീസ്, ഇത് റെക്കോർഡിംഗ് ആണ്. അതേപോലെ തന്നെ സാറേ, നമുക്ക് യൂട്യൂബ് ഉണ്ട്, യു ക്യാൻ ഹിയർ ഫ്രം ദർ. അപ്പോ ഇതിന്റെ സ്പിരിച്വൽ എസൻസ് എന്ന് പറയുന്നത് ഇതാണ്. ലമേദ് is the ache for God, the upward stretch, the holy curiosity that refused to stay flat. While other letters stay within the line, Lamed rise above to whisper, don't settle, rise. There is always more glory to discover. ഇത് തന്നെയാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയുന്നത്. നമ്മുടെ ക്ലാസ് വളരെ ചെറിയ ബേസിക് ആയിട്ടൊരു ക്ലാസ് ആണ്. ഈ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവം ഓരോരുത്തരെയും ഇതിൻ്റെ അകത്ത് പണിയുന്നുണ്ട്. ഈ പണിയുമ്പോ നമുക്ക് തോന്നത്തില്ല നമ്മൾ പണിതുകൊണ്ടിരിക്കുവാണെന്ന് നമ്മളെ തോന്നത്തില്ല. ആഫ്റ്റർ ദ ക്ലാസ്, ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ദൈവം നിങ്ങളോട് സംസാരിച്ച് ഇടപെടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എഴുന്നേൽക്കണം, ശക്തരായിട്ട് തന്നെ എഴുന്നേൽക്കണം. സീരിയസ്ലി, ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അനുകമ്പയോടെ, സ്നേഹത്തോടെ, വിശ്വസ്തയോടെ, ബഹുമാനത്തോടെ ഞാൻ പറയട്ടെ. പ്രിയപ്പെട്ട ആശ സിസ്റ്റർ, ജിബി, എൽസമ്മ, ജോയ് സാറ്, സുമ, നിങ്ങളെല്ലാവരും ആ ശക്തി ധരിച്ചിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകണം. യെരുശലേമിലും ജുഡയായിലും സമരിയായിലും ലോകത്തിന്റെ അറ്റത്തോളം പോണം. ഇതിൻ്റെ അകത്ത് ഗോസ്പൽ ഉണ്ട്. നിങ്ങൾ ആലഫ് മുതൽ തൗ വരെ ഒരു ഗോസ്പലാ കേൾക്കുന്നേ. നിങ്ങൾ ഗോസ്പൽ കേൾക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ അകത്ത് ആത്മീയമായ മർമ്മങ്ങളുണ്ട്. നിങ്ങളുടെ ശുശ്രൂഷകളിലെ, നിങ്ങളുടെ ആരാധനകളിലെ, നിങ്ങളുടെ ചെറിയ ചെറിയ കൂട്ടങ്ങളിലെ, ഗ്രൂപ്പുകളിലെ, പ്രാർത്ഥനകളിലെ എല്ലാം നിങ്ങൾക്ക് ഇതെല്ലാം, ഈ നോട്ട്സുകളെല്ലാം ഉപയോഗിക്കാം. നിങ്ങൾക്ക് അനേകരെ ദൈവത്തിന്റെ കൃത്യതയിലേക്ക് നടത്തുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ദൈവം അനുഗ്രഹിക്കണമെന്ന്.
അതേപോലെ തന്നെ നമ്മൾ ലമേദ് എന്ന് പറഞ്ഞ അക്ഷരത്തെക്കുറിച്ച് വളരെ പ്രാധാന്യമുണ്ട്. ദ ഹാർട്ട് ഇൻ ദ മിഡിൽ, ഹാർട്ട് ഇൻ ദ മിഡിൽ, 12ാമത്തെ അക്ഷരമാണ് ലമേദ്. 22 അക്ഷരങ്ങളിലുള്ളതിൽ അതിൽ 12ാമത്തെ അക്ഷരമാണ് ലമേദ്. ലമേദ് സിറ്റ് എക്സാക്ട്ലി ഇൻ ദ സെന്റർ ഓഫ് ആലഫ് ബത്ത്. നമുക്ക് ഒന്നുകൂടെ നമുക്ക് ചിന്തിക്കാം, നമുക്ക് അത് അടുത്ത അക്ഷരത്തിൽ ചിന്തിക്കാം. നമ്മളിങ്ങനെ പറയുന്നത് ലമേദ് സിറ്റ് എക്സാക്ട്ലി ഇൻ ദ സെന്റർ ഓഫ് ദ ആലഫ് ബത്ത്. ആലഫ് ബത്ത് എന്ന് പറയുമ്പോൾ ആലഫ് എന്ന് പറയുന്നത് ആലഫ് മുതൽ തൗ വരെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ അക്ഷരക്രമത്തിന്റെ ഏറ്റവും നടുവിൽ ഉയർന്നു നിൽക്കുന്ന അക്ഷരമാണ്, അത് മധ്യേ നിൽക്കുന്ന അക്ഷരമാണ് ലമേദ്. ദ മിഡിൽ ലെറ്റർ, ദ ഹാർട്ട് ഓഫ് ദ ലാംഗ്വേജ്. This is not accident, it is a message. At the center of everything is learning, growth, seek. The soul that stops learning stops living. ഇത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. സകലത്തിന്റെയും നടുവിൽ നിന്ന് പഠിക്കുക, വളരുക, അന്വേഷിക്കുക, ഉയരത്തിലേക്ക് നിങ്ങളെയും തൊടുത്തു വിടുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. 7ാമത്തെ പോയിന്റ് നമുക്ക് മിശിഹ കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദ ട്രൂ ഷെപ്പേർഡ്, നല്ല ഇടയൻ എന്ന് എഴുതാം. ലമേദ് is the Messiah posture. എന്തായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്? He leads with a staff, he teach with authority, he lifts heart towards the Father, he guides the lost like a shepherd gathering scattered sheep. നമുക്ക് എന്തായിട്ടാ കാണുവാൻ കഴിയുന്നത്? നമ്മുടെ മെസ്സായനെ കാണുവാൻ കഴിയുന്ന ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് ഇടയന്റെ കോല് കൊണ്ട് നമ്മളെ നടത്തുന്നു. മഹത്വപ്പെട്ട കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു അധികാരത്തോടുകൂടി. ദൈവപിതാവിന്റെ ഹൃദയത്തിനോട് നമ്മളെ ഉയർത്തുന്നു. തകർക്കപ്പെട്ടുപോയ, ചിതറിപ്പോയ ആടുകളെ മുഴുവനും ചേർത്ത് നിർത്തി ദൈവത്തിലേക്ക്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമ്മളെ നടത്തുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, മത്തായി എഴുതിയ സുവിശേഷം 11:29, 2 വാക്യങ്ങളും നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ലാസ്റ്റ് ലെറ്റർ ഇന്നത്തെ പഠിക്കാനുള്ളത്. നമുക്കതും കൂടെ പഠിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതിനു മുൻപ് വീണ്ടും ഞാൻ നമ്മുടെ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. ഒരു നിമിഷം. മാം, ഇതെങ്ങനെ എഴുതുന്നും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അവസാനത്തെ സെഷനിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് എഴുതുന്നതെന്ന്. അപ്പോൾ മെമ്മിനും 2 മെം പഠിക്കാനുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ 2 കാഫ് പഠിച്ചു. ഒന്ന് കാഫ് ആൻഡ് ഫൈനൽ കാഫ്. ആൻഡ് ഹിയർ ഓൾസോ വി ഗോയിങ് ടു ലേൺ 2 മെം. One is mem and final mem. Mem. ഈ മെം എഴുതിയിരിക്കുന്നത് നിങ്ങൾ എബ്രായ ഭാഷയിൽ ശ്രദ്ധിച്ചോ? ഒന്ന്, നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന മെമ്മും ആ മെമ്മിന്റെ അടുത്ത് തന്നെ അതിന്റെ ക്ലോസ്ഡ് മെമ്മു എഴുതിയിട്ടുണ്ട്, അതായത് ഫൈനൽ മെമ്മു എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏർലി ഹീബ്രു താഴെ ഞാൻ എൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഒരു വെള്ളത്തിന്റെ പടമാണ്. ഒരു വെള്ളം എന്ന് പറയുമ്പോൾ അതിനൊരു വേവ്സ് അല്ലെ, തിരമാലകളുടെ ഒരു രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതിന്റെ മിഡിൽ ഹീബ്രു, ലേറ്റ് ഹീബ്രു, മോഡേൺ ഹീബ്രു ഒക്കെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 13ാമത്തെ അക്ഷരമാണ് ആലഫ് ബേസ് ഗിം എന്നുള്ള ആ അക്ഷരക്രമത്തിലെ
13ാമത്തെ അക്ഷരമാണ്. എന്നാൽ ഗമനറിയ വാല്യൂ 40. ഓക്കെ. നമുക്ക് അടുത്തതിലേക്ക് പോവാം, സ്ലൈഡിലേക്ക് പോവാം. മെം എഴുതുന്നത് നിങ്ങൾ കണ്ടല്ലോ. മെമ്മിന്റെ ഫൈനൽ ഫോമും ഉണ്ട്, അത് കണക്ക് തന്നെ ഓപ്പൺ ഫോമും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയും. ക്ലോസ്ഡ് മെം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഫൈനൽ മെം എന്ന് പറയും. ഇതിന്റെ വില 40. ശബ്ദം മ, ചിത്രാക്ഷരം കടൽ തിരമാലകൾ അല്ലെങ്കിൽ ഓഷ്യൻ വേവ്സ്. അർത്ഥം എന്ന് പറയുന്നത് കെയോസ്, വെള്ളം, ജനം എന്നൊക്കെ അർത്ഥമുണ്ട്. ആശയക്കുഴപ്പം, വെള്ളം, ജനം എന്നൊക്കെ അർത്ഥമുണ്ട്. അത് എഴുതുക. ഓക്കെ, എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പോ മെം എന്ന് എഴുതിയിട്ട് ദ വാട്ടർ, ദ വൂം, ദ ഹിഡൻ ഡെപ്ത് എന്ന് അതിന്റെ ടൈറ്റിൽ എഴുതുക. അതിന്റെ ടൈറ്റില് ജലം അല്ലെങ്കിൽ ഗർഭപാത്രം അല്ലെങ്കിൽ മറവിടം, ആഴത്തിലെ മറവിടം എന്ന് വരെ നിങ്ങൾക്ക് എഴുതാം. പരിഭാഷ ആഴത്തിലെ മറവിടം. Mem is the letter of mystery, birth and flowing wisdom. മെം എന്ന് പറയുന്നത് ഒരു മർമ്മം നിറഞ്ഞിരിക്കുന്ന ഒരു അക്ഷരമാണ്, ഒരു ജനനത്തെ കാണിക്കുന്ന അക്ഷരമാണ്. അതേ കണക്ക് തന്നെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ജ്ഞാനം, ഒഴുകുന്നു എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഇറ്റ് ഈസ് എ സൗണ്ട് ഓഫ് വാട്ടർ, the hum of creation beneath creation. നിങ്ങൾ എപ്പോഴെങ്കിലും നല്ല ഒഴുക്കുള്ള ഏതെങ്കിലും ഒരു ആറിന്റെ അടുത്ത് പോയി നിന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഞാനൊരു ഒരു ഒരു വീഡിയോ കണ്ടു നമ്മുടെ യൂട്യൂബിൽ. അതായത് നമ്മുടെ സൂര്യന്റെ അടുത്തും ഒക്കെ വെച്ചിട്ട് ക്യാമറ വെച്ചിട്ട് അതിന്റെ സൗണ്ട് ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിക്കുന്നത്. ഒരു ഹമ്മിങ് നമുക്ക് കാണുവാൻ പറ്റും. ഞാനത് അവിടെ കേട്ടു, മീൻസ് ആ യൂട്യൂബിൽ കേട്ടു. അതേപോലെ തന്നെ നമ്മൾ ഈ ഒഴിഞ്ഞ ഒരു ആറിന്റെ തീരത്ത് വളരെ പ്രശാന്തമായ മറ്റ് ശബ്ദങ്ങളൊന്നും തന്നെ വരാത്ത ഒരു ആറിന്റെ തീരത്ത് നമ്മളിങ്ങനെ ചെറിയ കാറ്റടിക്കുമ്പോൾ നമുക്ക് കേൾക്കുന്ന ഒരു ചെറിയ കളകളാരവത്തെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, ഒഴുകിപ്പോകുന്ന ഒരു ശബ്ദത്തെ അല്ല പറയുന്നത്, അല്ലാതൊരു നിശ്ചലതയിൽ നമുക്ക് കേൾക്കുവാൻ കഴിയുന്ന ഒരു ശബ്ദമുണ്ട്. ആ ഒരു ശബ്ദത്തിന്റെ പ്രതിധ്വനി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഞാൻ നോട്ട്സ് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദ ഹമ്മിങ് ഓഫ് ക്രിയേഷൻ ബിനീത്ത് ക്രിയേഷൻ. അതൊരു പ്രതിധ്വനിയാണ്, സൃഷ്ടിപ്പിന്റെ ഒരു പ്രതിധ്വനിയുടെ ആ ശബ്ദ പ്രതിനിധീകരണമാണ്. അത് ഞാൻ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഷേപ്പ് എന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ട് 2 ഫോംസ് 2 വേൾഡ്, 2 രൂപം 2 ലോകം എന്നുള്ള ഒരു ഇത് എഴുതാം. മെം ഇസ് യുണീക്ക് ബിക്കോസ് ഇറ്റ് ഹാസ് 2 ഷേപ്സ്. മെം വളരെ യുണീക്കായിട്ടുള്ള, വളരെ സത്വബോധമുള്ള 2 രൂപങ്ങളുള്ള ഒരു അക്ഷരമാണ്. ഓപ്പൺ മെമ്മോ ആൻഡ് ക്ലോസ്ഡ് മെമ്മോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്പൺ മെമ്മിനെ കുറിച്ച് പഠിക്കാം. നിങ്ങൾക്ക് ഇത് ഓപ്പൺ മെം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഒരു ഞാൻ അവസാനം കാണിച്ചു തരാം ഓപ്പൺ മെം എങ്ങനെയാണ് എഴുതുന്നതെന്ന്. അപ്പൊ നോട്ട്സ് എഴുതുന്നവർക്ക് ഓപ്പൺ മെം അവിടെ എഴുതി വെക്കാം. ഇപ്പൊ തൽക്കാലം ഓപ്പൺ മെം എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. മലയാളത്തിലും എഴുതുന്നവര് പ്ലീസ് നിങ്ങൾ ഇംഗ്ലീഷിൽ അറ്റ്ലീസ്റ്റ് ഓപ്പൺ, OPENMEM എന്ന് എഴുതുക. ഓപ്പൺ മെം. ഫൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓർ മിഡിൽ ഓഫ് ദ വേർഡ്.
ഇതും ഒരു മിഡിലിൽ നിൽക്കുന്ന അക്ഷരമാണ്. ഇതും ഒരു മിഡിലിൽ നിൽക്കുന്ന അക്ഷരമാണ്. 13ാമത്തെ അക്ഷരം യമത്ത് എന്നുള്ളൊരു വാക്കുണ്ട്. യമത്ത് എന്നുള്ള വാക്ക് നമ്മുടെ നോട്ട്സിലേ ഇല്ല, പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞത്. ആലഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരക്ഷരം, ഏറ്റവും ആദ്യത്തെ അക്ഷരം. മെം എന്ന് പറഞ്ഞ നടുക്കത്തെ അക്ഷരം, അതായത് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന അക്ഷരം. അത് കഴിഞ്ഞ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു അക്ഷരം തൗ. ഈ 3 അക്ഷരത്തിന്റെയും ഫോമാണ് എമത്ത് എന്ന് പറയുന്നത്. എമത്ത് എന്ന് വെച്ചാൽ സത്യം. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി പ്രിയപ്പെട്ടവരെ? ഈ 3 അക്ഷരം, ഒന്ന് ആലഫ്, 1, 2 മിഡില്, ഏറ്റവും അവസാനത്തെ അക്ഷരം തൗ. എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? ഓക്കെ, ആശ സിസ്റ്റർ പറഞ്ഞു, കൈ ഉയർത്തി തന്നെ പറ. Jesus, he said he is a way, truth, and life. Truth. ഓക്കെ, വേറെ ആരെങ്കിലും? വെരി ഗുഡ്, വെരി ഗുഡ്. ട്രിനിറ്റി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. തല അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിനായിട്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. മീഡിയേറ്റർ എന്നതാ? മീഡിയേറ്റർ മധ്യസ്ഥൻ. ഓക്കെ 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 ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, വേറെ ആർക്കെങ്കിലും? പറ്റുവാണെങ്കിൽ ആ മൈക്ക് ആരാണ് ഓൺ ആക്കിയിരിക്കുന്നത് അവരൊന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ ഫൈൻ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സിസ്റ്ററെ പറഞ്ഞത് എന്നുള്ള സംഭവം. യമത്ത് എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം അലഫ്, നടുക്കത്തെ മെമ്മ, ഏറ്റവും അവസാനത്തെ തൗ. നമ്മളൊന്ന് നോക്കി, ഒരു ബേർഡി വ്യൂവിൽ നോക്കി, ഒരു ബേർഡ് വ്യൂവില് രണ്ട് ചിറകും നടുക്കുള്ള ആ ഇത് നോക്കി, എന്തായിരിക്കും? സത്യത്തെ നമുക്ക് ഒറ്റ മുഖമായിട്ടല്ല കാണുന്നേ, 3 മുഖങ്ങളായിട്ടാണ് ദർശിക്കുന്നത്. ഒരു 3 ഡയമെൻഷനിലാണ് സത്യം എപ്പോഴും ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് an upper വ്യൂ. മേളിൽ നിന്നുള്ളൊരു നോട്ടമാണ്, താഴെ നിന്നുള്ള നോട്ടമല്ല. ആൻഡ് ഇറ്റ് ഓൾസോ ഹാവ്, താഴെ നിന്നുള്ളൊരു ഫോക്കസ് ഉണ്ട്, സൈഡിൽ നിന്നുള്ളൊരു എഫക്റ്റ് ഉണ്ട്, ഇപ്പുറത്തു നിന്നുള്ള എഫക്റ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് 3 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു സംഭവം. യമത്ത് എന്നുള്ളൊരു വാക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നതാണ്. സോ നിങ്ങളുടെ മനസ്സിലിരിക്കണം, ഞാൻ അതിന് കൂടുതൽ ആഴത്തിൽ യമത്ത് പഠിപ്പിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് 2 വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. ദ 70 ഫേസസ് ഓഫ് തോറ, 70 മുഖങ്ങളുള്ള തിരുവചനം. എന്നെ ആരെങ്കിലും ഓർമ്മിപ്പിക്കണം നമ്മുടെ ക്ലാസ്സിന്റെ അവസാനത്തോട് എടുക്കുമ്പോൾ. സോ ഐ ഹാവ് ടു പ്രിപ്പയർ. ഈ 2 നോട്ട്സും എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യണം. എന്നെ ഓർമ്മിപ്പിക്കുന്നത് നന്നായിരിക്കും. ദ 70 ഫേസസ് ഓഫ് തോറ ആൻഡ് യമത്ത്, ഇത് 2നെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വരുന്ന ആഴ്ചയിൽ, നമ്മുടെ ഈ വരുന്ന ആഴ്ചയിൽ വി ഹാവ് അനദർ ക്ലാസ് അബൌട്ട് യാഹ്വേ, യഹോശുവ, മെഷിഹ. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. അത് എനിക്ക് 2 മണിക്കൂർ പറ്റില്ല, 3 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. കാരണം അതിൻ്റെ ഒരു വാക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് പഠിപ്പിക്കാതെ നമ്മൾ സ്കിപ്പ് ചെയ്ത് അക്ഷരങ്ങൾ പഠിക്കാനായിട്ട് വന്നത്. അയിൻ എന്നുള്ളൊരു വാക്കുണ്ട്, ഒരു അക്ഷരമുണ്ട്, ഷിൻ എന്നുള്ളൊരു അക്ഷരം. ഇത് 2ഉം പഠിപ്പിച്ചാലേ എനിക്ക് യഹോശുവ എന്ന അക്ഷരം എന്നുള്ള വാക്ക് കൂടുതൽ ആഴത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ഞാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. Okay, it is drawn like a flowing water with a small opening on the left side. അല്ലേ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു വെള്ളം ഒഴുകുന്നു പോലെയുള്ള ഒരു രൂപം അതിൽ കാണുവാൻ കഴിയും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് തുറന്നു വച്ചിട്ടുണ്ട്. ആ അക്ഷരത്തിൻ്റെ ആണ്. ഇതെന്താണ് പ്രതിദാനം ചെയ്യുന്നത്? വാട്ട് ഇറ്റ് ഈസ് റെപ്രസെന്റിങ്? ഇറ്റ് റെപ്രസെന്റിങ് revelation that is still unfolding, mysteries breaking the surface.
ദ ഇൻവിറ്റേഷൻ ഇൻ ടു ദ ഡെപ്ത്. ഇവിടെ വെളിപ്പാട് അതിൻ്റെ ചുരുളുകൾ നിവർത്താതെ ഒളിപ്പിച്ച് മർമ്മമായിട്ട് വച്ചിരിക്കുന്നു. അതിൻ്റെ മർമ്മങ്ങൾ ഉപരിതലത്തിൽ ചെറിയതായിട്ട് വിടർത്തിക്കൊണ്ടിരിക്കുന്നു. ആഴത്തിലേക്ക്, ആ മർമ്മത്തിന്റെ വെളിപ്പാടിന്റെ ഒക്കെ ആഴത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞില്ലേ, റെവലേഷൻ ദാറ്റ് ഇസ് സ്റ്റിൽ അൺഫോൾഡിങ്, മിസ്റ്ററീസ് ബ്രേക്കിംഗ് ദ സർഫസ്, ദ ഇൻവിറ്റേഷൻ ഇൻ ടു ദ ഡെപ്ത്. ഇതിനെ നിങ്ങൾ തിരുവചനവുമായി ബന്ധപ്പെടുത്തിയിട്ട് ചിന്തിക്കണം. അപ്പോൾ ഇതിന്റെ ചിത്രം കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാകും. അടുത്തത് നമ്മൾ ഫൈനൽ മെം എന്ന് പറഞ്ഞിട്ട് പഠിക്കാം. അപ്പോൾ ഫൈനൽ മെം എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും, ഫൗണ്ട് ഓൺലി അറ്റ് ദി എൻഡ് ഓഫ് എ വേർഡ്. ഒരു വാക്കിന്റെ ഈ ഫൈനൽ മെമ്മ സോഫിത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു വാക്കിന്റെ അവസാനം ഈ മെമ്മ് വരുന്നുണ്ടെങ്കിൽ ആ മെമ്മ് ക്ലോസ്ഡ് ആയിരിക്കും. അവസാനം ഈ കാതോഷ് എഴുതുമ്പോൾ ഓപ്പണിംഗ് ആണ്. ഓക്കെ, ഞാൻ അത് കാണിക്കാം. കാതോഷ് കാണിക്കാം, അതേപോലെ തന്നെ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് കാണിക്കാം. അപ്പോൾ ഒരു വാക്ക് എഴുതി വരുമ്പോൾ അതിൻ്റെ എൻഡിൽ വരുമ്പോൾ അതിനെ നീട്ടി എഴുതും. മെമ്മ വരുവാണെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യും. ഇനി നമുക്ക് നുൻ പഠിക്കാനുണ്ട്. ആ നുന്നിലും ആ വ്യത്യാസമുണ്ട്, 2 നുന്നുണ്ട് പഠിക്കാൻ. ഇനിയും അക്ഷരമുണ്ട്, നമുക്ക് സാദേ പഠിക്കണം. സാദേക്കും നമുക്ക് അവസാനം എഴുതി വരുമ്പോൾ, അവസാനമാണ് സാദേ വരുന്നെങ്കിൽ സാദയുടെ കൈ നീണ്ട് താഴോട്ട് പോകും. അപ്പൊ അത് നമുക്ക് അതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ പഠിക്കാം. ഇപ്പൊ നമുക്ക് പഠിക്കുന്നത് മെമ്മാണ്. മെമ്മ എഴുതി വരുമ്പോൾ മായും, എക്സാക്ട്ലി ആശ സിസ്റ്റർ, മായും കറക്റ്റ്, വെള്ളം. മായും എന്ന് പറയുന്നത് വെള്ളം എന്നുള്ള അർത്ഥമാണ്. അത് എഴുതി വരുമ്പോൾ മാ എന്ന് പറയുമ്പോൾ ഓപ്പൺ ആണ്. ഏറ്റവും അവസാനത്തെ മും എന്ന് പറയുമ്പോൾ അത് ക്ലോസ്ഡ് മെമ്മാണ്. താങ്ക് യു സിസ്റ്റർ ഫോർ റിമൈൻഡിങ്. Found only at the end of the word, drawn closed, a sealed womb, a hidden character. This form represent secret still concealed, mysteries awaiting their moment, the Messiah hidden until the appointed time. അതായത് എല്ലാ രഹസ്യങ്ങളും കൺസീൽഡ് ആണ്, അല്ലേ? അത് നിഗൂഢമായിട്ട് തന്നെ ഒളിപ്പിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. അത് തുറക്കേണ്ട സമയത്ത് മാത്രമേ അത് തുറക്കുകയുള്ളൂ. അത് വരേണ്ട സമയത്ത് മാത്രമേ, അതായത് സമയം തെറ്റാതെ മുന്നോട്ടോ പിറകോട്ടോ അല്ലാതെ അതിൻ്റെ കാലസമ്പൂർണത തികയുമ്പോൾ മാത്രമേ, അതായത് നമ്മുടെ മഹത്വപ്പെട്ട വാഴ്ത്തീകരിക്കപ്പെട്ട നമ്മുടെ യേശു കർത്താവ് കാലസമ്പൂർണതയിൽ ഭൂമിയിലേക്ക് വന്നതുപോലെ മാത്രമായിരിക്കും ആ കാര്യങ്ങൾ വെളിപ്പെട്ടു വരികയുള്ളൂ. ഈ ഋഷിമാര്, അതായത് യഹൂദ ഋഷിമാര് പറയുന്ന ഒരു ചൊല്ല് ഞാനിവിടെ പറയാം. ദ ഓപ്പൺ മെം റിവീൽസ്, ദ ക്ലോസ്ഡ് മെം കൺസീൽ. അതായത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന മെം ഉണ്ടല്ലോ, ആ മെം എന്ന് പറയുന്ന സകലത്തെയും റിവീൽ ചെയ്യുന്നു. അതിൻ്റെ എന്താ പറയുക, പ്രകാശനം ചെയ്യുന്നു. സകലതും വെളിപ്പെടുത്തുന്നു, സകലതും വിസ്തൃതിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ അടഞ്ഞിരിക്കുന്ന മെമ്മ സകലത്തെയും മുദ്ര വെച്ച് അടക്കം ചെയ്ത് ഒളിച്ചു വെച്ച് ആ കൃത്യസമയത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അതിനെ പാകപ്പെടുത്തുന്നതിൻ്റെ ഒരു അടയാളം കൂടിയുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ സിസ്റ്റർ നമുക്കൊരു വാക്ക് ഇട്ട് തന്നായിരുന്നു, മായും എന്നുള്ളൊരു വാക്ക്. മായും, അത് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാം. ഞാനത് നോട്ട്സിൽ തന്നെ അത് വെച്ചിട്ടുണ്ട്, ഞാനത് കാണിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും ആ വാക്ക് എങ്ങനെയായിരുന്നു എന്ന്. കണ്ടോ? ആ മായും എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? അത് തിരിഞ്ഞുപോയി. ഈ നമ്മുടെ
എൻ്റെ കമ്പ്യൂട്ടറിൽ ഈ നമ്മുടെ ഇന്ത്യൻ രീതിയിലായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വരത്തുള്ളൂ. യഥാർത്ഥത്തിൽ ഓപ്പൺ ആയിട്ടുള്ളത് ഏറ്റവും ആദ്യം എഴുതണം. അതായത് റൈറ്റ് ടു ലെഫ്റ്റ് ആണല്ലോ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആ റൈറ്റിൽ വരേണ്ടത് ഓപ്പൺ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതക്ഷരമാണ്? യോത്. ഈ യോത്. പിന്നെ നിങ്ങൾ വായിക്കാൻ ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ വായിക്കാൻ ട്രൈ ചെയ്യണം. ദിസ് ഇസ് ദ സ്റ്റാർട്ട്. നമുക്ക് അറിയാവുന്ന അക്ഷരങ്ങൾ വരുമ്പോൾ നമ്മൾ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. മായുടെ അടിയിൽ ഒരു 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 വള്ളിയുണ്ട്. ഇനി അത് വവൽസ് പഠിക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. മാ, അടുത്ത ഇം, ഈ, യോത്, മായം ഇസിക്കൽ ടു വാട്ടർ. ഓക്കെ. അപ്പോ മായം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈഫ്, ക്ലെൻസിങ്, ഡെപ്ത്, കെയോസ് ബിഫോർ ഓർഡർ. അതായത് ജീവൻ, അതേപോലെ തന്നെ ശുദ്ധി വരുത്തുന്നത്. അതുപോലെ തന്നെ മായും വെള്ളത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആഴമുള്ളത്. അതേപോലെ തന്നെ മറ്റൊരർത്ഥം കെയോസ് ബിഫോർ ഓർഡർ. അതായത് ഒരു ഇളക്കത്തിന് മുൻപ്, അല്ലെങ്കിൽ ഒരു പെരുപ്പത്തിന് മുൻപ്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് മുൻപ്, ആശയക്കുഴപ്പത്തിന് മുൻപുള്ള ഒരു ഒരു എന്താ പറയാ, ഓർഡർ എന്നുള്ളൊരു അർത്ഥം കൂടിയാണ്. ദ പ്ലേസ് ഓഫ് റീബർത്ത്, പുതുജനനത്തിന്റെ ഉറവിടം. ദ സോഴ്സ് ഓഫ് റെവലേഷൻ, വെളിപ്പാടുകളുടെ എന്താ പറയാ, സോഴ്സ്. Mem is the womb of Genesis 1:2, and the spirit of the God hovered over the waters. അപ്പോ ഞാൻ ഈ ഒരു വാക്യം, അതായത് ജെനസിസ് 1:2, എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് തരുന്നു. ഈ ഒരു ഒറ്റ വാക്യം എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പോലെ നിങ്ങൾക്ക് എന്താണ് ആ വാക്യത്തിൻ്റെ ഉള്ളിൽ ദൈവം തരുന്നൊരു പ്രകാശം, ആ പ്രകാശത്തെ ഒന്ന് നിങ്ങൾ ധ്യാനിച്ച് എഴുതിക്കൊണ്ട് എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാൻ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമ്മാനം ഞാൻ തരുന്നുണ്ട്. ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ഗോഡ് ഹോവേർഡ് ഓവർ ദ വാട്ടർ. ഓക്കെ, അതൊരു അസൈൻമെന്റ് ആയിട്ട് വെച്ചു. ക്രിയേഷൻ ബിഗിൻസ് വിത്ത് ദ വൂംബ് ഓഫ് മെം. കാരണം ഈ വാട്ടർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് എന്തായിരിക്കും അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? മായും എന്നുള്ളൊരു പദമാണ് അല്ലേ? അപ്പം മായും നമ്മൾ ഈ മെമ്മ് പഠിച്ചു തരുമ്പോൾ ഈ മെമ്മിന്റെ ആ അകത്തുള്ള നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ട് ആ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന ഒരു പ്രകാശനം എന്തെന്നത് എനിക്ക് എഴുതി അറിയിക്കാം. Mem is also the womb of prophecy, the deep where God's whispers echo. അടുത്തത് the numerical value 40 എന്ന് എഴുതാം. അപ്പോൾ ഈ 40ാമത്തെ വയസ്സ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. നമ്മൾ 30 കണ്ടു. 30 മുതൽ 40 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു നേതൃത്വത്തിന്റെ, നയിക്കപ്പെടുന്നതിന്റെ ഒക്കെ കണ്ടു. എന്നാൽ 40 എന്ന് പറയുമ്പോൾ തിരുവചനത്തിൽ 40 എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസിഷൻ സോണാണ് അല്ലേ? 40, the 40 days of rain, rebirth after the flood. 40 ദിനം മഴ പെയ്തു. എവിടെ പെയ്തു? ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതേപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ജനത്തെ, ഒരു രാഷ്ട്രത്തെ ഫോർമേഷൻ, അതായത് ഒരു രൂപപ്പെടുത്തിയത് എവിടെ വെച്ചിട്ടാണ്? 40 കൊല്ലം വന്യതയാർന്ന മരുഭൂമിയിൽ വെച്ചിട്ടാണ്. സീനായിൽ വെച്ച് 40 ദിവസം കഴിഞ്ഞപ്പോഴാണ് ദൈവം മലമുകളിൽ നിന്നും മോശയ്ക്ക് തോറ നൽകിയത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് 40 ദിവസം എന്ത് ചെയ്തു? ഉപവസിച്ചു. ദൈവത്തിനോടൊപ്പം ഇരുന്ന് ഉപവസിച്ചു. എന്തിനായിരുന്നു?
തൻ്റെ ശുശ്രൂഷ, പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിന് വേണ്ടി ഒരുങ്ങി. ആ പരശുശ്രൂഷ നടത്തുന്നതിന് വേണ്ടിയിട്ട് 40 രാവും പകലും ദൈവത്തിനോടൊപ്പം ഉപവസിച്ചു. ആൻഡ് 40 days ആഫ്റ്റർ ദ റിസറക്ഷൻ എന്തായിരുന്നു? 40 ദിവസം കഴിഞ്ഞ് എന്തുണ്ടായി? സ്വർഗത്തിലേക്ക് യേശു കർത്താവ് എടുക്കപ്പെട്ടു. അപ്പോ മെം, ദ പ്ലേസ് വെർ ഗോഡ് റീഷേപ്പ് യു. മെം എന്ന് പറയുന്ന ഇടത്താണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും പണിയുന്നത്, രൂപാന്തരപ്പെടുത്തുന്നത്. നമുക്ക് അതിന്റെ പിക്ടോഗ്രാഫിക് മീനിങ് ഒന്ന് നോക്കിയിട്ട് വരാം. അതിന്റെ പിക്ടോഗ്രാഫിക് ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ എഴുതുക, വാട്ടർ വേവ്സ്. എന്തായിരിക്കും വാട്ടർ വേവ്സ് എന്ന് പറയുന്നത്? തിരമാലകൾ. In ancient form, mem resembled waves. It represent currents, depth, motion. ഒരു കറൻസ് എന്ന് വെച്ചാൽ ഒരു അടി ഒഴുക്ക്, ആഴത്തിലേക്കുള്ള ആഴം നിറഞ്ഞത്, എന്നാൽ ചലനാത്മകമായത് എന്നൊക്കെ അർത്ഥമാണ്. ഒരു 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 ശക്തമായ അടി ഒഴുക്ക്, ആഴത്തിലേക്കുള്ള ഒരു പോക്ക്, അതേപോലെ തന്നെ ചലനാത്മകത. കറൻസ്, ഡെപ്ത് ആൻഡ് മോഷൻ. ഈ 3 അർത്ഥങ്ങളും നിങ്ങൾക്ക് എഴുതാം. ദ അൺസീൻ വേൾഡ് ബിനീത്ത് ദ സർഫസ്. ഒരു കാണാത്ത ലോകം ഉണ്ട്. എവിടെയാ? നമുക്ക് താഴെയായിട്ട്. It is a picture of a soul moving through trials, transformation, revelation and purification. ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മെ തന്നെ നമ്മൾ രൂപാന്തരപ്പെട്ടു വരുന്നത്, ആ രൂപാന്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൈവികമായ വെളിപ്പാടുകൾ, ആ ദൈവികമായ വെളിപ്പാടിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയമായിട്ടുള്ള പ്യൂരിഫിക്കേഷൻ, വിശുദ്ധീകരണം. നമ്മളെ ദൈവം ഈ ഒരു പ്രശ്നത്തിലൂടെ നമ്മളെ കടത്തിവിടുന്നത് നമ്മളെ രൂപപ്പെടുത്താനാണ്. ആ രൂപപ്പെടുത്തുന്നതിൽ നമുക്കൊരു ഉറച്ച വെളിപ്പാട് നൽകാനാണ്. ആ ഉറച്ച വെളിപ്പാടിൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഒരു ആത്മീയ വിശുദ്ധിയോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ഒരു വലിയ കാഴ്ചപ്പാട്. അപ്പോ ഈ മെം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. അത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അതിന് മറ്റൊരു അർത്ഥമോടെ നമുക്ക് പഠിക്കാം. അതിന്റെ എമർഷൻ, അതായത് ആഴത്തിലേക്ക് മുങ്ങുക. അതിലൊരു മർമ്മമുണ്ട്, അതേപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു തിരുവചന ഭാഗവും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഐസയ അവിടെ 9:7 നമുക്ക് ഒരു വാക്യമുണ്ട്. ആർക്കെങ്കിലും ഒന്ന് ഉറക്കെ വായിക്കാമോ? ഐസയ 9:7. Of the increase of his government and of peace there will be no end on the throne of David and over his kingdom, to establish it and to uphold it with justice and with righteousness from this time forth and forevermore. The zeal of the Lord of hosts will do it. വലിയ വാക്യമാണ്. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും ദൈവത്വത്തിന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും ദൈവം അതിനെ ന്യായത്തോടും നീതിയോടും കൂടി സ്ഥാപിച്ചു നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ
തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഇതിനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മിറക്കലസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കരുതുന്നത്. സകലത്തെയും അവിടെ യഥാസ്ഥാനപ്പെടുത്തി ഫിക്സ് ചെയ്ത് എല്ലാം കറക്റ്റ് ആക്കുന്ന ഒരു മെമ്മിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. അത് കാണിക്കുന്നത് the Messiah concealed in the womb of a history. ചരിത്രത്തിന്റെ ആ ഗർഭപാത്രത്തിൽ മിശിഹയെ ഒളിപ്പിച്ചിങ്ങനെ വെച്ചിരിക്കുവാണ്. കാലസമ്പൂർണത എത്തുമ്പോൾ അത് പുറത്തേക്ക് വന്നു അതിനെ പൂർത്തീകരിക്കുവാൻ. അതായത് ദൈവത്തിന്റെ യഥാർത്ഥ ഇഷ്ടം, ദൈവരാജ്യത്തിന്റെ പൂർണ്ണമായ ആ ആഗ്രഹത്തിന്റെ പൂർണ്ണമായ ആ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ലോകത്ത് നിവർത്തിക്കുവാനായിട്ട് അത് ചരിത്രം തന്നെ യഹോശുവനെ അവനും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. The sealed revelation waiting until appointed time. Mem is equal to Mishiha hidden, then revealed. This is why the early believers saw in the Mem is the symbol of reincarnation, hidden glory, revelation made flesh. അതായത് പഴയ ആ ബിലീവേഴ്സ് ഇത് മെമ്മിനെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? എന്താണ്? ഒരു ദൈവത്തിന്റെ ഒരു പൂർത്തീകരണം, ഒരു അടഞ്ഞിരിക്കപ്പെട്ട അല്ലെങ്കിൽ മറവ് ചെയ്യപ്പെട്ട ഒരു മഹത്വം, അത് പൂർണ്ണമായിട്ടും ജഡത്തിൽ രൂപാന്തരം പ്രാപിച്ച് വെളിപ്പാടായിട്ട് നമ്മുടെ മുമ്പിൽ വരും എന്നുള്ളതിന്റെ ഒരു ആശയം. അടുത്തത് നമുക്ക് മെമ്മിനെ കുറിച്ചിട്ട് ഒരു കാര്യം കൂടെ പഠിക്കാം. അതായത് സങ്കീർത്തനത്തിൽ നമുക്ക് മെമ്മിനെ കാണുവാൻ പറ്റുന്നത് 42:7. 42:7. അതേപോലെ തന്നെ പുതിയ നിയമത്തിൽ നമുക്ക് പഠിക്കാം മെമ്മിനെ കുറിച്ചിട്ട്. യോഹന്നാൻ 7:38. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? Whoever believe in me, from within him will flow river of living water. അതായത് യഹോശുവയിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട്. ആ നിത്യജീവനിൽ നമ്മുടെ ഉള്ളിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് ജനിക്കുകയും അത് അനേകരിലേക്ക് ഒഴുകിപ്പടരുന്ന ഒരു വലിയ ജീവനദിയായിട്ട് ഒഴുകിപ്പടരുകയും ചെയ്യും എന്നുള്ള ഒരു വലിയ മർമ്മം നമ്മളെവിടെ പഠിപ്പിക്കുന്നു ആ വാക്യത്തിലൂടെ. അപ്പോ ഇതാണ് മെമ്മിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യങ്ങൾ.